ശബരിമലയിലെ മോഷണം, സ്വർണം മോഷ്ടിക്കുന്നു പറയുമ്പോൾ തന്നെ ആളുകൾക്ക് അതൊക്കെ വൈകാരികമാവുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ശക്തമായ ഭരണവിരുദ്ധ വികാരവുമുണ്ട്. തെരുവുകളിൽ SFIക്കാരൻ സമരം ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാം തലപ്പത്ത് നിൽക്കുന്ന ഡിസിഷൻ മേക്കേഴ്സ് ആയിരിക്കുന്ന ആളുകൾ പോയി അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇതുപോലെയുള്ള കരാർ ഒപ്പിടൽ, ശ്രീ പിണറായി വിജയന് മറ്റ് ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർക്ക് ലഭിക്കാത്ത ഒരു പ്രൊട്ടക്ഷനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊരു ഊഷ്മളമായ ബന്ധവും സംഘപരിവാർ നേതൃത്വത്തിനുണ്ട് എന്നൊരു കാഴ്ചപ്പാടാണ് കോൺഗ്രസിനുള്ളത്. സപ്പോസ് CPM-ന്റെ രാഷ്ട്രീയം RSSന്റെ രാഷ്ട്രീയം ആണെന്നിരിക്കട്ടെ, നിങ്ങളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കുറേ പ്രഖ്യാപനങ്ങൾ, പെൻഷൻ വർധനവ് തുടങ്ങി നിരവധി കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിൻ്റെ പിന്നിലുള്ള താല്പര്യം എന്താണെന്ന് കൃത്യമായും കേരള ജനതയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് കോൺഗ്രസ് സമരം ചെയ്യാത്ത ഏതെങ്കിലും ഒരു വിഷയം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. നിങ്ങൾ എപ്പോഴൊക്കെ വിശ്വാസികളുടെ പേരും പറഞ്ഞ് ഇറങ്ങുന്നു, അതിൻ്റെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി എന്നുള്ളത് RSS തന്നെയല്ലേ? സംഘപരിവാറിനെതിരെയുള്ള പൊളിറ്റിക്സിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നിലപാടെടുത്ത് നിൽക്കുന്നത് ഞങ്ങളാണെന്ന പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അത് ഈ കേരളത്തിൽ ഈ ഗവൺമെൻറ്റും ഗവർണറും തമ്മിൽ എന്തെങ്കിലും, ഗവർണർമാരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കൊരു പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല. മാത്യു കുഴൽനാടൻ കൊടുത്ത കേസിൽ കോടതി അലക്ഷ്യമാവുമോ എന്ന് എനിക്കറിയില്ല. മലയാളി ഒരു ജഡ്ജി ഇരുന്നത് പോലും തെറ്റാണെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ലിജു പറഞ്ഞ 3 കോടതികളിൽ കൊണ്ട് ഒരു കഷ്ണം കള്ളാസ് കൊടുക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി നമ്മൾക്ക് 75 ലക്ഷം രൂപയുടെ ലോൺ കിട്ടുകയാണ്. ഇതെനിക്ക് കിട്ടുമോ? ഞാനിക്ക് ഒത്തിരി കടമുള്ള ആളാണ്. ഞാൻ ചോദിക്കാം, എനിക്കൊരു ചെറിയ സഹായം തരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരന് കിട്ടുമോ? ആ കമ്പനി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്നത് കൊണ്ട് ദേവസ്വം ബോർഡുകൾ കൊള്ളയടിച്ചു എന്നൊരു പ്രശ്നം ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല. ഈ ഒറ്റ മനുഷ്യനെ മാത്രം കേന്ദ്രീകരിച്ച് കേരളത്തിലെ UDF-ന്റെ ആക്രമണം മുമ്പോട്ട് കൊണ്ടുപോകുന്ന എത്രത്തോളം പൊളിറ്റിക്കലി നിങ്ങൾക്ക് റിവാർഡിങ് ആണെന്നുള്ളതാണ്. ആളുകൾക്ക് കോൺഗ്രസിന്റെ ആ ഒരു വികാരം അതിശക്തമായിട്ടുണ്ട്. 2 തരത്തിലാണ് എനിക്കത് കാണാൻ സാധിച്ചത്. ഒന്ന്, കോൺഗ്രസിനോടുള്ളൊരു സ്നേഹമുണ്ട്. കോൺഗ്രസിനോട് പ്രത്യേക ഒരു സ്നേഹം ഉണ്ടാവേണ്ട കാരണം മതനിരാസം പരിപൂർണമായി കോൺഗ്രസ് പാർട്ടിക്ക് യോജിച്ചതല്ല. കേരളം തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അടുത്ത ദിവസങ്ങളിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനുള്ള നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നമുക്കെല്ലാം അറിയാവുന്ന ഏപ്രിൽ മെയ്യിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം, LDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു സീരീസ് ഓഫ് ഡിക്ലറേഷൻസ്, അനൗൺസ്മെൻറ്റ്സ് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ തയ്യാറാണ് എന്നൊരു സന്ദേശം ഇതിനകം വന്നു. കോൺഗ്രസും UDF-ഉം എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിനെ കാണുന്നത്? എന്തെല്ലാമാണ് അവരുടെ പ്രതീക്ഷകൾ? എന്തായിരിക്കും അവരുടെ സ്ട്രാറ്റജി എന്തായിരിക്കും? ഇതിനെക്കുറിച്ച് ഒരു റഫ് ഐഡിയ ആണ് നമുക്കിപ്പോൾ കിട്ടേണ്ടത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലാണ് ഇതൊക്കെ മൂർത്തമായിട്ട് വരിക. നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അസറ്റുകളിൽ ഒന്ന് നമുക്ക് നിർബന്ധപൂർവ്വം പറയാവുന്ന KPCC വൈസ് പ്രസിഡന്റ് M. ലിജു ആണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷം KPCC സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. കോൺഗ്രസിൻ്റെ നിലപാടുകൾ ഏറ്റവും യുക്തിഭദ്രമായ രീതിയിൽ മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും വിജയിച്ച ഒരാൾ എന്ന നിലയ്ക്കാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ ശ്രീ ലിജുവിനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത 6 മാസത്തേക്കുള്ള കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും പ്രവർത്തനം എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയുക എന്നുള്ളതാണ് ഇന്ന് എൻ്റെ ജോലി. വെൽക്കം. താങ്ക്സ്. എന്താണ് നിങ്ങളുടെ പരിപാടി? ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം സർക്കാർ വി ആർ ഗെയിം എന്ന് പറഞ്ഞു. ഇപ്പം സീരീസ് ഓഫ് അനൗൺസ്മെൻറ്റ്സ് വന്നു കഴിഞ്ഞു. അത് പലതും വർക്ക് ചെയ്യുന്നതാണെന്ന് നമ്മുടെ നാട്ടിൽ തെളിയിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉടനെ വരാൻ വേണ്ടി പോകണം. എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത്? സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങൾ, മുഖ്യമന്ത്രി കുറേ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കുറേ പ്രഖ്യാപനങ്ങൾ, പെൻഷൻ വർധനവ് തുടങ്ങി നിരവധി കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള താല്പര്യം എന്താണെന്ന് കൃത്യമായും കേരള ജനതയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ 2 തലങ്ങളിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ ദൈനംദിന പ്രവർത്തനം, കാരണം കോൺഗ്രസ് വികാരം ജനങ്ങളിൽ നിലനിർത്തുക എന്നുള്ള പൊതു പ്രവർത്തന ശൈലി അതിനകത്തുണ്ട്. 2, ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ കൃത്യമായി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും അതിനുള്ള യുക്തിഭദ്രമായ പ്രതിപക്ഷ പ്രവർത്തനം നടത്തുക എന്നുള്ളൊരു ദൗത്യമാണ് ഞങ്ങൾ ചെയ്ത് പോകുന്ന പ്രവർത്തനം. അപ്പോൾ കോൺഗ്രസിനെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കോൺഗ്രസ് ഐഡിയോളജിയെ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സംഘടനയെ ശക്തിപ്പെടുത്തി നിർത്തേണ്ടതുണ്ട്. അതോടൊപ്പം പ്രതിപക്ഷ പ്രവർത്തനത്തിനും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം ശക്തമാകേണ്ടതുണ്ട്. അപ്പം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ചോദിച്ചല്ലോ. അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്
കോൺഗ്രസിൻ്റെ മുന്നൊരുക്കങ്ങൾ വളരെ ശക്തമാണ്. ഞങ്ങൾ വളരെ മുമ്പ് തന്നെ പാർട്ടി അതുമായി ബന്ധപ്പെട്ട ലോങ് ടൈം പ്രോജക്റ്റുകൾ ആലോചിച്ചിരുന്നു. അതായത് സംസ്ഥാനത്താകമാനുള്ള കോൺഗ്രസ് സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ ബൂത്ത് വാർഡ് കമ്മിറ്റി, പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ രൂപീകരണം നേരത്തെ തന്നെ പൂർത്തീകരിക്കണമെന്നൊരു താല്പര്യമുണ്ടായിരുന്നു. അത് ഏകദേശം വളരെ ഫലപ്രദമായി തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് ശ്രീ ലിജു ആയിരുന്നു കോൺഗ്രസിൻ്റെ ഞാനായിരുന്നു അന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി. അത് കേരളത്തിലാകമാനം വളരെ സമയബന്ധിതമായി തന്നെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു 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 ഓരോന്നും കൃത്യമായി രജിസ്റ്റർ CPM-നെ പോലെ കൃത്യമായ അത്ര ഒരു ഓർഗനൈസേഷൻ അല്ലല്ലോ, അത്ര ഒരു കേഡർ ഓർഗനൈസേഷൻ അല്ല കോൺഗ്രസിൻ്റെ. പക്ഷേ എങ്കിലും ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ എല്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും, കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഇപ്പോൾ 4 DCC-കളും 282 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളും 1498 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുമാണുള്ളത്. അപ്പോൾ ഇതൊരു ഒരു ഘടനയാണ് കൃത്യമായിട്ടുള്ളത്. അപ്പോൾ അതിന് കീഴിൽ ഞങ്ങൾ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ രൂപീകരണം സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ചിരുന്നു. അപ്പോൾ ആ എടുത്ത വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളെ ശക്തിപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് കുടുംബസംഗമങ്ങൾ. ഇത്തവണ മഹാത്മാഗാന്ധി കുടുംബസംഗമങ്ങളായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അതിന് മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയതിൻ്റെ 100 വർഷമാണ്. ബലഗാം കോൺഗ്രസിൽ നിന്നാണ് അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് ആയത്. അതുകൊണ്ട് തന്നെ മഹാത്മജിയെ കോൺഗ്രസ് പ്രസിഡന്റ് ആയതിൻ്റെ ഒരു ആഘോഷം എന്നതിനപ്പുറത്ത് ഗാന്ധിജിയെ തമസ്കരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇത്തവണ ഞങ്ങൾ വാർഡ് കുടുംബസംഗമങ്ങൾക്ക് മഹാത്മാഗാന്ധി കുടുംബസംഗമങ്ങൾ എന്നാണ് പേരിട്ടത്. അപ്പോൾ അവിടെ മഹാത്മജിയുടെ ആശയങ്ങൾ പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഗാന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നൊരു ലക്ഷ്യം അതിന് പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ അത് കേരളത്തിലാകമാനം വളരെ ഫലപ്രദമായി തന്നെ ആ കുടുംബസംഗമങ്ങൾ നടന്നിരുന്നു. അതിലൊരു 70-80% കുടുംബസംഗമങ്ങൾ അതിനപ്പുറത്ത് പോയി എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കണക്ക്. ഞാൻ സംഘടനാ ജനറൽ സെക്രട്ടറി ആയപ്പോൾ ഒരു കണക്കതാണ്. അപ്പോൾ ഞങ്ങൾ വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നു. വാർഡ് കുടുംബസംഗമങ്ങളുടെ ആ കമ്മിറ്റികളെ ഊർജ്ജസ്വലമാക്കാനുള്ള ശ്രമം നടന്നിരുന്നു. അതിനുശേഷം അതിനുശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് വോട്ട് ചേർക്കൽ പ്രക്രിയ ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ചരിത്രത്തിലില്ലാത്തവണ്ണം ശക്തമായ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ സംവിധാനം അതിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൽ AICC-യുടെ ഒരു പിന്തുണയും വളരെ വലുതായിരുന്നു. CK വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറിയായി വന്നപ്പോൾ AICC ഈ പ്രത്യേകമായ ഒരു ശ്രദ്ധ കേരളത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെയും AIC സെക്രട്ടറിമാർ, കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയോടൊപ്പം AIC സെക്രട്ടറിമാരും കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് ഇക്കാര്യത്തിൽ വളരെയധികം ഇടപെട്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ വളരെ നന്നായി തന്നെ വോട്ട് ചേർക്കൽ പ്രക്രിയ നടന്നു. അപ്പോൾ ആ ഒരു പ്രക്രിയയ്ക്ക് ശേഷമാണ് ഭവന സന്ദർശനം എന്നൊരു പ്രോഗ്രാമും അത് മുൻപ് തന്നെ തീരുമാനിക്കപ്പെട്ടതിൻ്റെ ഒരു തുടർച്ചയാണ്. ലഘുലേഖകളുമായി കോൺഗ്രസ് ഭവന സന്ദർശനം നടത്തുകയും വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾക്കുള്ളൊരു പ്രവർത്തന ഫണ്ട് സമാഹരണവും എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം പ്രവർത്തന ഫണ്ടുകൾ. അപ്പോൾ ഇതൊന്നും ₹1 പോലും മുകൾ ഘടകങ്ങൾ വാങ്ങാതെ താഴെത്തട്ടിലുള്ള വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾക്ക് അവരുടെ സ്ഥാനാർത്ഥികൾക്കും മറ്റുമുള്ള പ്രവർത്തന ഫണ്ട് സമാഹരിക്കുക എന്നതും ചെയ്തിരുന്നു. അത് 100% എല്ലാ വാർഡുകളിലും നടക്കുന്നതല്ല, പക്ഷേ ഒരു വളരെ ശക്തമായി തന്നെ അതും നടന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഞങ്ങളുടെ പ്രധാന നേതാക്കന്മാർ തന്നെ അതിനായിട്ട് രംഗത്തിറങ്ങിയിരുന്നു. KPC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ പ്രദേശങ്ങളിൽ കുറേ ദിവസങ്ങളോളം എല്ലാവരും ഇറങ്ങിയിരുന്നു. അപ്പോൾ ഞങ്ങളൊരു നല്ല മുന്നൊരുക്കം, സംഘടനാപരമായ മുന്നൊരുക്കം ഈ തെരഞ്ഞെടുപ്പിന് നടത്തിയിട്ടുണ്ട്. ലിജു വീടുകളിൽ പോയിരുന്നു എന്ന് പറഞ്ഞു. എന്താ മനുഷ്യരുടെ റെസ്പോൺസ് എന്താണ്? എനിക്ക് ആളുകൾക്ക് കോൺഗ്രസിൻ്റെ ആ ഒരു വികാരം അതിശക്തമായിട്ടുണ്ട്. 2 തരത്തിലാണ് എനിക്കത് കാണാൻ സാധിച്ചത്. ഒന്ന്, കോൺഗ്രസിനോടുള്ളൊരു സ്നേഹമുണ്ട്. കോൺഗ്രസിനോട് പ്രത്യേക ഒരു സ്നേഹം ഉണ്ടാവേണ്ട കാരണം അതെനിക്ക് തോന്നുന്നു BJP-യുടെ ഒരു എമർജൻസ് കൂടി, ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഒരു എമർജൻസ്, അത് ചില മേഖലകളിൽ ആ സംഘപരിവാർ രാഷ്ട്രീയത്തോടുള്ള ഒരു എതിർപ്പ് കാരണം മറ്റു പാർട്ടിയിൽ നിന്ന് പോലും ഇപ്പോൾ ഞങ്ങൾ കോൺഗ്രസ് ഒട്ടും ദുർബലപ്പെടരുത്, ഞങ്ങളൊക്കെ വേറെ പാർട്ടിക്കാരാണ്, അല്ലെങ്കിൽ ഞാൻ CPM-കാരനാണ്, പക്ഷേ കോൺഗ്രസ് ദുർബലപ്പെടുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ച് സംഘപരിവാർ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുമ്പോൾ നിങ്ങൾ ശക്തമായി നിൽക്കണമെന്ന് പറയുന്ന ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം നേരത്തെ പറഞ്ഞതുപോലെ ഈ കോൺഗ്രസ് ഒരു വികാരമാണെന്നുള്ളത് ഞങ്ങൾക്ക് ചെല്ലുമ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. അത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പാരമ്പര്യം തന്നെയാണ് അതിൻ്റെ കാര്യം. അപ്പോൾ തലമുറകളുടെ മനസ്സിൽ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസ്സുകാരായിരുന്നവർ, അപ്പോൾ അവർ സജീവ പ്രവർത്തകരല്ല, പക്ഷെ ഒരു കോൺഗ്രസ്സുകാരൻ വീട്ടിൽ ചെന്ന് സംസാരിക്കുമ്പോൾ അവർ സന്തോഷം, ഞങ്ങളെല്ലാം കോൺഗ്രസ്സാണ്, ഞങ്ങളങ്ങനെ ഇറങ്ങുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ കോൺഗ്രസിൻ്റെ ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയോടുള്ളൊരു വികാരം, സംഘപരിവാർ രാഷ്ട്രീയത്തോടുള്ള ശക്തമായ എതിർപ്പുള്ള ആളുകൾക്കും കോൺഗ്രസ് ശക്തമാവണമെന്നുള്ളൊരു താല്പര്യം, അത് രാഹുൽ ഗാന്ധി അതിനകത്ത് വലിയ നിർണായകമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതോടൊപ്പം തന്നെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നും എനിക്ക് അതിനകത്ത് പറയാനുണ്ട്. ഈ 2 കാര്യങ്ങൾ നമ്മൾ വീടുകളിൽ ചെല്ലുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ആളുകളെ സംബന്ധിച്ച് അത് 2 തരത്തിൽ. ഒന്ന്, അവരുടെ ജീവിതത്തെ നേരിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ചിലയിടത്ത് ചെന്നാൽ, ഇപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് 18 മാസമായിട്ട് കുടിശ്ശികയാണ്, പെൻഷൻ കിട്ടുന്നില്ല. കയർ തൊഴിലാളികളുടെ വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ പരമ്പരാഗതമായ എല്ലാ മേഖലയും തകർന്നിരിക്കുകയാണ്. ഇപ്പോൾ തീരപ്രദേശത്ത് ചെന്നാൽ പറയും ഭവന നിർമ്മാണ പദ്ധതികളില്ല, ഞങ്ങളുടെ പഞ്ഞമാസം
ഈ പഞ്ഞമാസ പണം എന്നൊക്കെ പറഞ്ഞ സഹായധനങ്ങളുണ്ട്, ഇതൊന്നും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് നേരിട്ട് ആ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലുള്ള സമീപനം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലുണ്ടാകുന്ന ഒരു പൊതു പ്രശ്നങ്ങളാണ്. ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ പ്രശ്നം. ഇപ്പോൾ വീടുകളിൽ ചെന്ന കുട്ടികളുടെയൊക്കെ ഭാവിയെക്കുറിച്ച് അരക്ഷിത ബോധം ഉണ്ടാകുന്നുണ്ട്. അമ്മമാർ പറയും പിള്ളേരെ വിടാൻ ഭയമാണ്, മയക്കുമരുന്നും കാര്യങ്ങളുമൊക്കെ. പിന്നെ പഠിച്ചിറങ്ങിയാൽ തൊഴിൽ കിട്ടുമോ എന്നുള്ളൊരു പ്രശ്നം, മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട അവരുടെ ചിന്തകൾ. ഓരോ വാർത്തകൾ, ഇപ്പോൾ UK ഒരാളെ ആക്രമിക്കപ്പെടുന്നത് കേൾക്കുന്നത് പോലും നമ്മുടെ മലയാളിയുടെ മനസ്സിനെ സൈക്കിങ്ങിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ പൊതുവായിട്ടുണ്ടാകുന്ന ഇപ്പോൾ ശബരിമലയിലെ മോഷണം, സ്വർണം മോഷ്ടിക്കുന്നു പറയുമ്പോൾ തന്നെ ആളുകൾക്ക് അതൊക്കെ വൈകാരികമാകുന്നുണ്ട്. ആളുകൾ പറയുന്നുണ്ട് ഇതെന്താ നടക്കുന്നത്, ഭഗവാന്റെ സ്വർണം പോലും മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ശക്തമായ ഭരണവിരുദ്ധ വികാരവുമുണ്ട്. അവിടെയും കോൺഗ്രസ് ആണ് അവർക്ക് ഒരു ആൻസർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ചെല്ലുമ്പോൾ ഇതെല്ലാം പ്രതിഫലിപ്പിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, ഞാനതിലേക്ക് വരാം. ഇത് തന്നെയാണ് എനിക്ക് നാഷണൽ ലെവലിൽ കോൺഗ്രസ് എടുക്കുന്ന ആൻറ്റി RSS നിലപാടിനോട് അത് കാണുന്ന ആളാണ് ഞാൻ. പക്ഷേ കേരളത്തിൽ വന്നു കഴിയുമ്പോൾ കോൺഗ്രസ്, ഇപ്പം ഞാൻ അടുത്ത കാലത്ത് കണ്ട കോൺഗ്രസിൻ്റെ ഒരു ബഹുജന ഒരു പ്രക്ഷോഭം എന്നുള്ളത് ശബരിമലയെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ശബരിമലയിൽ ഓഫ് കോഴ്സ് അവിടെ ഒരു തെഫ്റ്റ് നടന്നിട്ടുണ്ട്, ഒരു മോഷണം നടന്നിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. ചിലപ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ ദേവസ്വം ബോർഡിന് പിടിപ്പുകേടുണ്ടായിരിക്കും എന്നുള്ളത്. പക്ഷേ നിങ്ങളത് ഈ RSS എന്തുകൊണ്ട് ശക്തിപ്പെടരുത്, അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയത എന്തുകൊണ്ട് ശക്തിപ്പെടരുത്, അതുകൊണ്ട് കോൺഗ്രസ് ശക്തമായിരിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതും അത് തന്നെയല്ലേ? മനുഷ്യരുടെ വിശ്വാസവുമായി ഒരു തെഫ്റ്റ് നടന്നു എന്നുള്ള ഒരു ക്രൈമായിട്ട് കണക്കാക്കുന്നതിന് പകരം നിങ്ങളത് മനുഷ്യരുടെ ഏറ്റവും വിശ്വാസപരമായ കാര്യങ്ങളെ ബന്ധപ്പെടുത്തി പൊളിറ്റിക്കലാക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ RSS പൊളിറ്റിക്സിൻ്റെ അപ്പുറത്തെ ഗെയിം കളിക്കുകയല്ലേ? എനിക്കങ്ങനെ അഭിപ്രായമില്ല. അത് നമ്മളിത് ഈ RSSനെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെ എന്നതിൻ്റെ ഒരു വിവിധ ചിന്താധാരകളുണ്ട്. ഒന്ന് സമ്പൂർണ്ണമായി ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പണ്ട് ചെയ്തിരുന്നൊരു കാര്യം, അവർ പൂർണ്ണമായ വിശ്വാസത്തിൽ നിന്ന് അകന്നു നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞാൽ അത്തരത്തിലാണ് കണ്ടിരുന്നത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ഗാന്ധിയാണല്ലോ കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനത്തിന് ഇൻസ്പിറേഷൻ എന്ന ഗാന്ധിയാണ്. ഗാന്ധിജി തന്നെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് മോൾഡ് ചെയ്തത് ഒരിക്കലും ഈ മതനിരാസത്തിലൂടെ അല്ല. അപ്പൊ ഗാന്ധി ഇന്ത്യൻ ജനതയെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരിക്കലും അമ്പലത്തിൽ പോയിട്ടല്ല, ക്ഷേത്രത്തിൽ പോയിട്ടല്ല. ഞാൻ പറഞ്ഞ പോയിന്റ് വ്യത്യസ്തമാണ്. ഞാൻ പറയാൻ വരുന്നത് വേറൊരു തരത്തിലേക്കാണ് അതിനൊക്കെ പോകുന്നത്. അപ്പോൾ ഗാന്ധിജിയും അന്ന് ചിഹ്നങ്ങൾ ഉപയോഗിച്ചു, കാരണം ജനങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കിതിനകത്ത് എല്ലാ തരം മനുഷ്യരെയും കാണാൻ സാധിക്കും. സമ്പൂർണ്ണമായ എത്തീസ്റ്റുകൾ ഇതിനകത്തുണ്ട്, ഒട്ടും വിശ്വാസികളല്ലാത്ത മനുഷ്യർ. ഇത് ക്ഷേത്രത്തിൽ പോകുന്നു അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നു ഇതിൻ്റെ അകത്തൊരു കാര്യമേ അല്ല എന്ന് കരുതുന്ന തീവ്ര ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം നെഹ്റുവിയൻ കാഴ്ചപ്പാടുള്ളവർ, ഗാന്ധിയുടെ സ്വഭാവമുള്ള പലതരം വിചാരധാരകളാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഒരിക്കലും ഈ വിശ്വാസത്തിൻ്റെ നിരാസം എന്നത്, ഇപ്പം ചിലർ സംസാരിക്കുന്നുണ്ട് നെഹ്റുവിൻ്റെ പാർട്ടിയല്ലേ. ഇപ്പം നെഹ്റുവിൻ്റെ പാർട്ടി മാത്രമല്ല കോൺഗ്രസ്, ഗാന്ധിയുടെയും പാർട്ടിയാണ്, വിശ്വാസികളുടെയും പാർട്ടിയാണ്, അവിശ്വാസികളുടെയും പാർട്ടി. അപ്പം ഈ ഒരു കാര്യത്തെ നമ്മൾ കാണട്ടെ. എങ്ങനെ ഈ BJPയുടെ എമർജൻസ് എങ്ങനെയാണ്? BJPയുടെ എമർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, ഇവിടുത്തെ വിശ്വാസികളെ പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിനെ ഉൾപ്പെടെ അഡ്രസ്സ് ചെയ്യാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഈ ഓരോ കമ്മ്യൂണിറ്റിക്കും അവരുടേതായ വിഷയങ്ങളുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. നമ്മളല്ലാതെ എല്ലാം ഫോൾ പ്രൂഫ് ഒരു സിസ്റ്റമാണെന്ന് ഹിന്ദു മതത്തിനെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ ഭരണകൂടങ്ങൾക്ക് വ്യത്യസ്തമായ, ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചാലും കോൺഗ്രസ് പാർട്ടി ഭരിച്ചാലും എല്ലാം ഫോൾ പ്രൂഫ് ആവണമെന്നില്ലല്ലോ. അപ്പം അതിൻ്റേതായ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഇതിനെയാണ് ഇവർ മുതലെടുക്കുന്നത്, ഇതിനെയാണ് ഇവർ അഡ്രസ്സ് ചെയ്യുന്നത്. വിശ്വാസികൾക്ക് പോലും ശരിയാണെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ മറ്റു പാർട്ടികൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് തോന്നിയാൽ അതിലേക്ക് മാത്രം പോകുന്ന ആൾ ഇവിടെയുണ്ട്. കാരണം ഇവിടുത്തെ മനുഷ്യരിലെ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വാസികളാണ്. അപ്പം നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യാതെ പോകാൻ പറ്റുമോ? ഇപ്പോൾ ശബരിമല പോലൊരു വിഷയം വരുമ്പോൾ ശബരിമല നമ്മളൊരു മോഷണം എന്ന തരത്തിൽ മാത്രമല്ല അതിനെ കാണേണ്ടത്, വിശ്വാസത്തിൻ്റെ പ്രശ്നം അവിടെയുണ്ട്. കാരണം ഒരു ബോർഡിനെ ഇവിടുത്തെ ആരാധനാലയങ്ങളുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. അവിടെയുള്ള സ്വർണമോ അല്ലെങ്കിൽ അവിടെയുള്ള രത്നമോ എന്നതിൻ്റെ മെറ്റീരിയൽ വാല്യൂ മാത്രമല്ല അവിടുത്തെ വിഷയം. അതെന്ന് വിഷയം പറഞ്ഞാൽ വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ള കസ്റ്റോഡിയൻസ് കൂടിയാണ് ദേവസ്വം ബോർഡും അല്ലെങ്കിൽ അതിനപ്പുറത്ത് നിൽക്കുന്ന ഒരു ഭരണകൂടവും. ഇതിനെ കൂടി സംരക്ഷിക്കാനുള്ള കസ്റ്റോഡിയൻസ് കൂടിയാണ്. നമ്മളതിനെ ഈ ഒരു ശബരിമല നടന്ന വിഷയത്തെ കേവലം ഒരു മോഷണം എന്ന തലത്തിൽ മാത്രം കണ്ടാൽ അവിടെ ഈ വിശ്വാസത്തിൻ്റെ പ്രശ്നം അഡ്രസ്സ് ചെയ്യപ്പെടത്തില്ല. ഞങ്ങളതിനെ അതിലൂടെ കാണുന്നു. കാരണം വിശ്വസിച്ചേൽപ്പിക്കുന്നവർ എന്തുകൊണ്ട് ഈ മോഷണം നടത്തുന്നു, അതൊരു പ്രശ്നം അവിടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ ബോർഡിൻ്റെ ധാർമ്മികത അവിടെ നഷ്ടപ്പെട്ടു. ബോർഡിനെ ഉൾപ്പെടെ അതിന്മേൽ മേൽനോട്ടം വഹിക്കേണ്ട ഒരു ഭരണകൂടത്തിന് അവർക്ക് ഫലപ്രദമായി അവരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു രാഷ്ട്രീയ നൈതികതയും
അവിടെ നഷ്ടപ്പെടുകയാണ്. തീർച്ചയായിട്ടും കോൺഗ്രസ് അഡ്രസ്സ് ചെയ്യണ്ടേ. അതല്ലാതെ നമ്മളതിനെ ഒരു ക്ഷേത്ര വിഷയമായതുകൊണ്ട് നിങ്ങളതിൽ പ്രക്ഷോഭം നടത്തേണ്ട, അതൊരു മോഷണം മാത്രമല്ല. ഇൻവെസ്റ്റിഗേറ്റ് ഏജൻസി അന്വേഷിച്ച് അതിനകത്ത് കുറ്റവാളികളെ കണ്ടെത്തുക എന്ന് പറയുന്നതിനപ്പുറത്ത് സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തിൻ്റെ മനസ്സിനെ വ്രണപ്പെടുന്നൊരു വിഷയത്തിൽ വിശ്വാസത്തെയും വിശ്വാസം റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇത്തരം വഴിപാട് സാധനങ്ങളെയൊക്കെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ബോർഡിനും ഭരണകൂടത്തിനുമുണ്ട്. അവർക്കത് വീഴ്ച സംഭവിച്ചെങ്കിൽ അതിന് അഡ്രസ്സ് ചെയ്യേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനാണ്. ബി ജെ പിക്ക് അത് വിട്ടുകൊടുത്തുകൂടാ. കോൺഗ്രസ് ആ സ്പേസിൽ നിന്ന് മാറി നിന്നാൽ സംഭവിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ ചിന്തിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരേ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനായി ബി ജെ പി മാറും. അവർ ഇതിനകത്ത് വേറെ താല്പര്യങ്ങളുമുണ്ട്. അവരുടെ ഇതിലൊന്നും വലുതായിട്ട് വന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവരതിനെ കരുതുന്ന മറ്റൊരു തരത്തിലാണെന്നുള്ളതുകൊണ്ടാണ്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അതാണ് കാര്യം. ഏറ്റവും പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത കാലത്ത് കോൺഗ്രസ്സുകാർ തെരുവിലിറങ്ങിയ ഒരു വിഷയം ഇതാണ്. ഇതിനേക്കാളും സീരിയസ് ആയിട്ടുള്ള പ്രശ്നം അല്ല, തെരുവിൽ അത് തെറ്റാണ്. കാരണം എനിക്കറിയാമല്ലോ, ഞാൻ KPC ഭാരവാഹി സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന ചെറുപ്പക്കാരായ യൂത്ത് കോൺഗ്രസ്സുകാരുടെയൊക്കെ പോലുള്ള കേസുകളുടെ എണ്ണം എത്രയാണെന്നറിയും. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പം എൻ്റെ പേരിൽ തന്നെ എത്രയോ കേസുകൾ എൻ്റെ എന്നുള്ള ഞാൻ പേഴ്സണലി ഗ്ലോറിഫൈ ചെയ്യുന്നതല്ല കേട്ടോ. രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾ ഇപ്പോൾ കറണ്ട് ചാർജ് വന്നു കഴിഞ്ഞാൽ സംസ്ഥാന തലത്തിൽ സമരം നടക്കും. എല്ലാ തരത്തിൽ പഞ്ചായത്ത് കാര്യം വർദ്ധിപ്പിക്കും. ഇതെല്ലാം ഓരോ കേസുകൾ കൂടിയാണ്. നമ്മൾ അറിയാൻ വയ്യാത്തൊരു സഫറിങ് ഇതിൻ്റെ വ്യക്തികൾക്ക്. ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരൻ നമ്മൾ ഇതെന്ത് സമരമെന്ന് ചോദിക്കുന്നുള്ളൂ. അവരൊരാൾ ചെന്നൊരു പ്രകടനം നടത്തി ഒരു പോലീസ് സ്റ്റേഷന് മുമ്പിൽ പോയി മാർച്ചിൽ പങ്കെടുത്ത് അവിടെ ചിലപ്പോൾ പോലീസ് മർദ്ദനമേറ്റേക്കാം, ചിലപ്പോൾ ജയിലിൽ പോകാം. തിരിച്ചു പോയി കഴിയുമ്പോൾ ഒരു ക്രിമിനൽ കേസ് കൂടി രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. അയാളുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല ശതമാനം കോടതി വരാന്തകളിലും ജാമ്യം എടുക്കും മറ്റു കാര്യങ്ങളിലും പോവുകയാണ്. മനസ്സിലാണോ എൻ്റെ? അങ്ങനെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞ 10 വർഷക്കാലമായി രജിസ്റ്റർ ചെയ്യപ്പെട്ട നിരവധി കേസുകൾ. അപ്പോൾ കോൺഗ്രസ് ഒരു സ്പേസിൽ നിന്ന് മാറിയെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതിനെയും എല്ലാ വിഷയങ്ങളിലും PSC നിയമന തട്ടിപ്പാണെങ്കിൽ കോൺഗ്രസ് അവിടെയുണ്ട്. ശബരിമല വിഷയമാണെങ്കിൽ കോൺഗ്രസ് സമരം ചെയ്യാത്ത ഏതെങ്കിലും ഒരു വിഷയം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അതിൻ്റെ ചിലപ്പോൾ വിഷ്വൽ ഇമ്പാക്റ്റ് വ്യത്യാസം വരും. അതെന്താണെന്നറിയാം, എനിക്കത് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ഈ CPM സമരങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്തെ സമരങ്ങൾ കാണുമ്പോൾ തിരുവനന്തപുരത്തെ സമരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട CPM സമരങ്ങളെല്ലാം ഫോക്കസ് ചെയ്യപ്പെടുന്ന SFIയെ കേന്ദ്രീകരിച്ച്. SFIയുടെ സമരങ്ങൾ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും നബ്സ കോളേജിൽ നിന്നും വരുന്നൊരു മാസ് അവിടെ ഉണ്ട്. സ്ഥിരം ഒരു ക്രൗഡ് അവിടെയുണ്ട്. അവരുണ്ടാക്കുന്ന ഒരു സംഘർഷവും അതുമൂലം ഉണ്ടാകുന്ന വലിയ വിഷ്വൽ ഇമ്പാക്റ്റ്, ചാനലുകളുടെ മുമ്പിൽ നടക്കുന്ന ടിയർ ഗ്യാസ് അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം ഉണ്ടാകുമ്പോൾ കേരളം മുഴുവൻ ഒരു വലിയ ഇത് തോന്നും. എന്തോ കേരളം മുഴുവൻ കത്തിപ്പടരുകയാണ്. കാരണം മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന ഈ വിഷ്വൽ അല്ലെങ്കിൽ ഈ കാഴ്ചയുടെ ഒരു ഇതാണല്ലോ മനസ്സിലുണ്ടാകുന്ന തീവ്രത. അതേസമയം കേരളത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ 1498 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളും ഒരു സമരവും ധർണയും നടത്തിയാലും എത്രമാത്രം താഴെത്തട്ടിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാലും അതൊരു വലിയ പ്രക്ഷോഭമായി തോന്നണമെന്നില്ല. അതേസമയം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് നബ്സ കോളേജിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ SFI ജില്ലാ കമ്മിറ്റി തിരുവനന്തപുരത്തുണ്ടാക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതാണ് കൂടുതൽ എഫക്റ്റ് ഉണ്ടാക്കുന്നത്. അതാണ് അതിൽ വ്യത്യാസം. എനിക്കതിനെക്കുറിച്ചുള്ള റെസ്പോൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഇപ്പം SFIയുടെ സമരം തിരുവനന്തപുരത്തല്ല. SFI ആണ് കരിക്കുലർ സർവകലാശാല വൈസ് ചാൻസലർ വന്നപ്പോൾ അവിടെ സമരം SFIക്കാർ ഞാൻ എതിർത്തല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. കൂടുതലും ഈ ഞാൻ ഇപ്പോൾ KSUക്കാരങ്ങനെ ചെയ്യുന്നില്ലെന്നുമല്ല ഞാൻ പറഞ്ഞത് സ്ഥിരമായി പെട്ടെന്നുണ്ടാകുന്ന സമരങ്ങൾക്ക് ഈ SFI DYFI പ്രസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്. ഈ തിരുവനന്തപുരം നഗരവുമായി ബന്ധപ്പെട്ട ക്യാമ്പസുകളിലുള്ള വലിയ സ്വാധീനം, അത് പലപ്പോഴും പെട്ടെന്നുള്ള സമരങ്ങളും വലിയ തോതിലുള്ള വാർത്തകളും സൃഷ്ടിക്കപ്പെടുന്നതുകൊണ്ടാണ് ഈ കോൺഗ്രസ് സമരങ്ങളെക്കാൾ കൂടുതൽ വലിയ ഇമ്പാക്റ്റ് CPM സമരങ്ങൾക്ക് ഉണ്ടാകുമെന്ന് തോന്നലുണ്ടാക്കുന്നതെന്നുള്ള ഒരു അനാലിസിസ് എനിക്കുണ്ട്. 100% ശരിയാവണമെന്നില്ല. SFIയും KSUവും ഫീൽഡിലുണ്ട്. KSUവിനേക്കാൾ പലപ്പോഴും ഇവർക്ക് ഈ നഗരത്തിലെ കോളേജുകളിൽ അതിന് പല കാരണങ്ങളുണ്ട്. വർഷങ്ങളായി നിലനിന്നുകൊണ്ട് പോകുന്ന ഒരു അതോറിറ്റേറിയൻ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. മറ്റ് പ്രവർത്തന സംഘടനകൾക്ക് അവിടെ ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ വലിയ 100 കണക്കിന് കുട്ടികളുടെ മേൽ അല്ലെങ്കിൽ 1000 കണക്കിന് കുട്ടികളുടെ മേലൊരു സ്വാധീനം പലപ്പോഴും പ്രക്ഷോഭങ്ങൾക്ക് ഉപയോഗപ്പെടുത്താറുണ്ട്. ഞാനതാണ് പറഞ്ഞത്. ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ക്രിറ്റിസിസം ഇത്രയേ ഉള്ളൂ. അതായത് സാധാരണഗതിയിൽ നിങ്ങൾ പറഞ്ഞ അതേ പോയിന്റ്, അതായത് വിശ്വാസപരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഒരു സുവർണാവസരം പോലെ നിങ്ങൾ കണ്ടു എന്നുള്ള ഒരു വിമർശനം മാത്രമാണ് എനിക്കുള്ളത്. അതിൽ കോൺഗ്രസിന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ എനിക്കതിൽ തർക്കമില്ല. പക്ഷെ അതിൽ അൾട്ടിമേറ്റ്ലി വിശ്വാസം എന്ന് പറയുന്ന സാധനം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ
ഈ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട ഭൂരിപക്ഷ വർഗീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കോൺഗ്രസ് എങ്ങനെയാണ് കണ്ടത്? എൻ്റെ ഒരു അസസ്മെൻറ്റ് എന്നുള്ളത് ഒരു അസസ്മെൻറ്റ് 100% ലിജു പറഞ്ഞ പോലെ ശരിയാണെന്നില്ല. കോൺഗ്രസ് എപ്പോഴൊക്കെ ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരെ നിന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഹിന്ദുത്വ വർഗീയതയ്ക്ക് ഇന്ത്യയിൽ നിലനിൽപ്പില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. അതെടുത്തുകൊണ്ട് തോട്ടിലിടാൻ ജവഹർലാൽ നെഹ്റു അയോധ്യയെക്കുറിച്ച് പറഞ്ഞപ്പം പിന്നെ അത് പൊങ്ങിയിട്ടില്ല. പിന്നെ പൊങ്ങുന്നത് ഒരു കോൺഗ്രസ്സുകാരൻ സപ്പോർട്ട് ചെയ്തപ്പോഴാണ്. ഏറ്റവും അവസാനം പ്രാണപ്രതിഷ്ഠയ്ക്ക് കോൺഗ്രസ്സുകാരൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പം അതുകൊണ്ട് RSSന് കിട്ടേണ്ടിയിരുന്ന മുഴുവൻ പൊളിറ്റിക്കൽ ബെനിഫിറ്റും ഇല്ലാണ്ടായി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ എപ്പോഴൊക്കെ വിശ്വാസികളുടെ പേരും പറഞ്ഞ് ഇറങ്ങുന്നു അതിൻ്റെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി എന്നുള്ളത് RSS തന്നെയല്ലേ? എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനകത്തൊരു അതിർവരമുണ്ട്, നമുക്ക് എവിടെ വരെ പോകാന്നുള്ളത്. ഇപ്പോൾ ഒരു ക്ഷേത്ര സന്ദർശനം അതിനകത്ത് പോകേണ്ടതാണ്. രാഷ്ട്രീയ നേതൃത്വം കമ്മ്യൂണിസ്റ്റുകൾ പോകുന്നു, അവർ നേരത്തെ പോയിട്ടുണ്ട്, പോകേണ്ടതാണ്. ഇപ്പൊ പണ്ട് ലീഡർ കെ കരുണാകരൻ എല്ലാ മാസവും 1-ാം തീയതി പോയി. ഞാൻ കരുതിയത് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഭക്തിയുടെ ഒരു എലിമെന്റിനൊപ്പം തന്നെ അതിനകത്തൊരു പൊളിറ്റിക്കൽ പ്രോസസ്സ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഞാൻ നിങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മെസ്സേജ് കൂടിയാണ് അവിടെ. അപ്പോൾ ആ ക്ഷേത്ര സന്ദർശനം പോയാൽ ഇപ്പോൾ ഒരു വിശ്വാസിയായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു കുറിയിട്ടു, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ പോയിട്ട് അവിടെ പോയി പ്രാർത്ഥിച്ചു, ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഒരു ഇസ്ലാം മത വിശ്വാസി അദ്ദേഹത്തിൻ്റെ അവിടെ നിസ്കരിച്ചു. ഇതിനെയൊക്കെ അതൊക്കെ ഒരു മതചിഹ്നങ്ങളാണ്, നമ്മൾ ഇതിനൊക്കെ മാറി നിൽക്കേണ്ടതല്ലേ എന്ന് വ്യാഖ്യാനിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതൊക്കെ ചെയ്യുന്നതും അത് ശരിയാണ്. കാരണം ഇവിടുത്തെ ഒരു മനുഷ്യരുടെ വികാരങ്ങളെ അവർ വ്യക്തിപരമായ താല്പര്യത്തിനോട് ഒരു സമൂഹത്തെയും പ്രതിഫലിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷേ രാമജന്മഭൂമി എന്ന് പറഞ്ഞെങ്കിൽ ആ വിഷയത്തിൽ ബാബറി മസ്ജിദ് തകർത്ത് സുപ്രീം കോടതി വിധിയോടൊക്കെ നമുക്ക് വലിയ വിയോജിപ്പുണ്ട്. ആ സ്ഥലത്തൊരു ക്ഷേത്രം പണിയുമ്പോൾ ആ ക്ഷേത്രത്തിൽ അതിൻ്റെ ആ പ്രതിഷ്ഠാകർമ്മത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അത് എന്തുകൊണ്ടാണ്? അത് അതിൻ്റെ പിന്നിലെ ആ ക്ഷേത്രത്തിൽ ഭാവി പിന്നെ പോകുന്നതിൽ അതൊക്കെ വിശ്വാസത്തിൻ്റെ പ്രശ്നം, നമുക്ക് പോകേണ്ടവർക്ക് പോകാം, അത് പ്രശ്നമല്ല. പക്ഷേ ഇതിൻ്റെ ആ പ്രാണപ്രതിഷ്ഠ അല്ലെങ്കിൽ ആ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ ഗെയിമായിരുന്നു. അവിടുത്തെ ഒരു പുരോഹിതർക്കോ അല്ലെങ്കിൽ ഒന്നും പ്രാധാന്യം കൊടുക്കാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് ഞാൻ ഈ മതത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ്, ഞങ്ങളെല്ലാം കൂടെ ചേർന്നാണ് ഇത് തകർത്തത്, ഇത് ഞങ്ങളുടെ ഒരു ഫലത്തിൻ്റെ ഭാഗമാണെന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ പോകാതിരിക്കുക എന്ന് പറയുന്നതും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതാണ് ഞാൻ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. CPM പലപ്പോഴും ചെയ്യുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ CPM ഈ അതിർവരമ്പ് മാറ്റിയിട്ട് ഒരു ക്ഷേത്ര സന്ദർശനത്തിനെ പോലും അവരത് പറയും കണ്ടില്ലേ വർഗീയവാദികൾ. എനിക്കറിയാവുന്ന എത്രയോ ആൾ ഒരു കുറിയിടുന്ന കോൺഗ്രസ് പ്രവർത്തകരെ വർഗീയമായി അതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ പൊളിറ്റിക്സിൻ്റെ ഒക്കെ ഭാഗമായിട്ടായിരിക്കും അത്തരത്തിൽ ആക്ഷേപിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മതപരമായ വിശ്വാസങ്ങളെ ഒരാൾ പിന്തുടരുന്നതും പൊളിറ്റിക്കൽ ആയിട്ട് മതത്തെ ഉപയോഗിക്കുന്നതിനെയും നമ്മൾ രണ്ടായി കാണണം. മതനിരാസം പരിപൂർണമായി കോൺഗ്രസ് പാർട്ടിക്ക് യോജിച്ചതല്ല എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. എനിക്കക്കാര്യം തർക്കമില്ല. എൻ്റെ പ്രശ്നം ശിലാന്യാസം തുടങ്ങി പ്രാണപ്രതിഷ്ഠ വരെ വന്നു കഴിയുമ്പോൾ കോൺഗ്രസ് നിലപാടിൽ ഒരു വൈരുദ്ധ്യം ഉണ്ടെന്നും ആ നിലപാടിൽ എപ്പോഴൊക്കെ കോൺഗ്രസ് ഇതിനൊരു ഷോ അനുവദിച്ചോ അപ്പോഴൊക്കെ RSS അതിൽ മുതലെടുത്ത് ആ കാര്യത്തിൽ നമുക്ക് സംശയമില്ല. കോൺഗ്രസ് ആയി നിലനിൽക്കേണ്ടതുണ്ട്. കോൺഗ്രസ്സിന് അപ്പുറത്തെ RSS എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ മതപരമായ ഇത്തരത്തിൽ ചെയ്യുന്ന പാർട്ടികൾ നോക്കി അതിനെ അനുകരിക്കാൻ കോൺഗ്രസ്സിനില്ല. കോൺഗ്രസ്സിന് ഐഡിയോളജിക്കൽ സ്ട്രെങ്ത് ഉണ്ട്. ചിലപ്പോഴൊക്കെ ചെറിയ വേരിയേഷൻ ഉണ്ടായെങ്കിലും ഞാൻ പൊതുവെ കരുതുന്നത് കോൺഗ്രസ്സിന് ആ കാര്യത്തിൽ ഒരു ദൃഢതയുണ്ടെന്നാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെപ്പോൾ ഒരു ലീഡർക്ക് കൃത്യമായ കാഴ്ചപ്പാടുള്ള ആ കാര്യത്തിലുണ്ട്. അവിടെയാണ് ഈ പലപ്പോഴും കേരളത്തിലെ കോൺഗ്രസും ദേശീയ തലത്തിലുള്ള കോൺഗ്രസിൻ്റെ നിലപാടും തമ്മിലൊരു പ്രശ്നമുള്ളതായിട്ട് കോൺഗ്രസിൻ്റെ വിമർശകർ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. വാളയാർ ചുരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫെഡറലിസം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്, ED സർക്കാരിൻ്റെ ഉപകരണമാണ്. പക്ഷേ കേരളത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഫെഡറലിസം ഒരു വിഷയമല്ല. എങ്ങനെയാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ നിയമസഭ പാസ്സാക്കുന്ന ബിൽ, ഇപ്പം കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ അതേ പല സംസ്ഥാനങ്ങളിപ്പോൾ കോടതിയിലാണ്. നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾക്ക് മേൽ തീരുമാനിക്കണോ വേണ്ടയോ എന്ന് ഗവർണർക്ക് ചിന്തിക്കാൻ അവകാശമുണ്ട്, ഗവർണർക്ക് തീരുമാനം എടുക്കാൻ അവകാശമുണ്ടെന്ന് വലിയ ചർച്ച കേരളത്തിൽ നടക്കുകയാണ്. കോൺഗ്രസിൻ്റെ ശബ്ദം അവിടെ കേൾക്കുന്നില്ല. കേരളത്തിൽ അത് എത്രത്തോളം ജനാധിപത്യ വിരുദ്ധമാണ്. അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭരണഘടനയുടെ ഫെഡറലിസത്തിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യമല്ലേ. ബില്ലുകൾ പാസ്സാക്കാൻ അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലെ പാർലമെൻറ്റിലായാലും നിയമസഭയിലായാലും ബില്ലുകൾ പാസ്സാക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ വളരെ ഫണ്ടമെൻ്റലായിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പലപ്പോഴും കോൺഗ്രസിനെ കാണാറില്ലല്ലോ കേരളത്തിൽ. അതിന് രണ്ട് വശമുണ്ട്.
ഒന്ന് നമുക്ക് അതിൻ്റെ ആശയപരമായ പ്രശ്നം. ഇപ്പോൾ ബില്ലുകൾ ഗവർണർക്ക് അടയിരിക്കാൻ അവകാശമുണ്ടോ, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പോലും അത്തരത്തിൽ അവകാശമുണ്ടോ? അതൊരു ലീഗൽ ക്വസ്റ്റ്യൻ കൂടിയാണ്. സുപ്രീം കോടതിക്ക് മുമ്പായി വന്നൊരു ചോദ്യം കൂടിയാണത്. ഇപ്പോൾ എനിക്കൊന്ന് കോടതികൾ പോലും അതിനകത്ത് ആൻസർ പറഞ്ഞു അങ്ങനെ അവകാശമില്ല. കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്ന ഒരു ഭരണകൂടം പാസ്സാക്കുന്ന നിയമങ്ങൾ അത് ചിലപ്പം ഭൂരിപക്ഷം കൊണ്ട് മാത്രം ഭരണഘടനാ മൂല്യങ്ങൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിനെ തകർക്കാൻ ശ്രമിച്ചാൽ ഗവർണർക്ക് ഇടപെടാം. അതിനും പക്ഷേ സമയബന്ധിതമായിരിക്കണം. അതല്ലാതെ അനിശ്ചിതകാലത്തേക്ക് വെക്കുക എന്ന് പറഞ്ഞ ഒരു ഭരണസ്തംഭനമാണ്. അപ്പം നമ്മളതിനെ കാണേണ്ടത് അതിനകത്ത് വേറെ രണ്ട് ഉത്തരവില്ല, ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഗവർണർക്ക് അതിനകത്ത് അവകാശമില്ല എന്നുള്ള കാര്യം കറക്റ്റാണ്. രണ്ടാമത്തത് ഒരു പൊളിറ്റിക്കൽ റെട്ടറിക്കാണ്. അതിനകത്ത് യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ഈ ഗവൺമെൻറ്റും ഗവർണറും തമ്മിൽ എന്തെങ്കിലും ഗവർണർമാരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കൊരു പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല. ഞാൻ വളരെ കൃത്യമായ പൊസിഷനും പറയുകയാണ്. ഇത് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഗവൺമെൻറ്റിന് ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഞങ്ങളോട് RSS വിരുദ്ധരാണെന്ന് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന നാടകങ്ങൾക്കപ്പുറത്ത്, പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന പിണറായി, ഞാൻ പേഴ്സണലായി പറയുകയാണെന്ന് കരുത്, അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് CPMൻ്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ടും കുറച്ചുകൂടെ പേഴ്സണലായി തന്നെ അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ ആ ബന്ധങ്ങളിൽ ആ രീതി ഇടപെടുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പിണറായി വിജയനെ എടുത്തു പറയുന്നതാണ്. പിണറായി വിജയൻ പുലർത്തുന്ന ആ ഒരു ബന്ധം അല്ലെങ്കിൽ ഇത്തരം ചില കാര്യങ്ങൾ ഈ വിഷയത്തിൽ ആത്മാർത്ഥതയില്ലാത്ത ഇടപെടലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്കെന്നല്ല, കോൺഗ്രസ് പാർട്ടിക്കും അങ്ങനെ അഭിപ്രായമുണ്ട്. സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുമോ? വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സിൻഡിക്കേറ്റിൻ്റെ നിയമനങ്ങൾ ഉൾപ്പെടുന്ന കാര്യങ്ങളിൽ കേരളത്തിലെ സർവകലാശാല സിൻഡിക്കേറ്റുകളിൽ എത്രയോ കാലമായിട്ട് ഇവരുടെ BJP ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സമയത്ത് സിൻഡിക്കേറ്റുകളിൽ RSS നോമിനികൾ ഉൾപ്പെടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു പരസ്യമായ രഹസ്യമാണ്. ഏതെങ്കിലും പർട്ടിക്കുലറായ ആളുകളുടെ പേരിൽ, ചുരുക്കം ചില ആളുകളുടെ ചില ശബ്ദങ്ങൾ ഉയർത്തുന്നതിനപ്പുറത്ത് ആത്യന്തികമായി അതിശക്തമായ ഒരു എതിർപ്പുണ്ടായതായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരം ആളുകളെ ഗവൺമെൻറ് അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് പോകുന്നൊരു സാഹചര്യമാണ്. അത് മാത്രമല്ല, ഈ ഒരു എതിർപ്പ് ഉയർത്തി ഞങ്ങൾ എതിരാണെന്നൊക്കെ വരുന്ന ശേഷം വളരെ കൃത്യമായൊരു നയതന്ത്രത്തിലൂടെ പോയി ഗവർണറുമായി ഒരുമിച്ച് അത്താഴം കഴിക്കുന്നു, അതുകൂടെ ആ പ്രശ്നം അവസാനിക്കുന്നു, കാര്യങ്ങൾ ചെയ്തു പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ആ പ്രശ്നം അവസാനിക്കില്ല. ഞാൻ കട്ടെടുത്തോളം എന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം സെനറ്റിൽ നിന്നുള്ള സിൻഡിക്കേറ്റിലേക്ക് വരും, നോമിനേഷൻ സെനറ്റിലേക്ക് ഉള്ളൂ. ഞാൻ കണ്ടെടുത്തോളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലടക്കം എല്ലായിടത്തും യൂണിവേഴ്സിറ്റി ഇപ്പം യൂണിവേഴ്സിറ്റി നോമിനേഷൻ വന്നു കഴിയുമ്പോൾ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്നല്ല ഗവർണർ അദ്ദേഹം എയറിൽ നിന്ന് എടുക്കുന്ന അതിൽ എതിർക്കാൻ വേണ്ടി KSUക്കാരില്ല. ഞാൻ കണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ KSUവിൻ്റെയും MSFൻ്റെയും ആളുകളും ഗവർണറുടെ ലിസ്റ്റിലുണ്ട്, RSSകാരുണ്ട്. എതിർപ്പ് കാണിക്കുന്നേയില്ല. അവിടെയാണ് എൻ്റെ പ്രശ്നം. ഞാൻ പറഞ്ഞൊരു സംഭവം, ഈ കേരളത്തിലെ CPM ഗവൺമെൻറ്, എസ്പെഷ്യലി പിണറായി വിജയനും മറ്റും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ ഗവർണർ, ഞാനൊരു വിഷയം എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത്, ഗവർണറുമായോ അല്ലെങ്കിൽ ഈ BJP നേതൃത്വവുമായിട്ടോ അവർ പുലർത്തുന്നോ അല്ലെങ്കിൽ അവർ അങ്ങനെ ശ്രമിക്കുന്ന എതിർപ്പ് പലപ്പോഴും ഒരു വാചാടോപങ്ങൾക്കപ്പുറത്ത് ആഴത്തിലുള്ളതാണെന്നൊരു തോന്നൽ ഞങ്ങൾക്കില്ല. അതാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, അത് ആ തോന്നൽ എനിക്കത് കൗണ്ടർ ചെയ്തേ പറ്റൂ. കാരണം ഞാനിത് കുറച്ചു കാലമായി ഫോളോ ചെയ്യുന്നൊരു വിഷയമാണ്. ഇപ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റാനുള്ള നിയമം പാസ്സാക്കിയ സർക്കാരാണ്. ഇപ്പം മുഖ്യമന്ത്രി പേഴ്സണലായിട്ടുള്ള ഒരു റാപ്പോ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പിണറായി വിജയൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടപ്പോൾ ശ്രീ MP രാജേഷ് സ്പീക്കറായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മുഖ്യമന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം സ്പീക്കറായിരിക്കുമ്പോൾ സ്പീക്കർ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ചെല്ലേണ്ടതില്ല. നിയമസഭയിൽ അദ്ദേഹം വരുമ്പം പോയി മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി കണ്ടോളും. സ്പീക്കറുടെ ചേംബറിൽ മന്ത്രിമാർ അങ്ങോട്ട് പോയി കാണുകയാണ്. കാരണം സ്പീക്കർ എന്നുള്ള പൊസിഷൻ, ഈ പൊസിഷനെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ആവശ്യത്തിൽ കൂടുതൽ ബഹുമാനിക്കുന്നുണ്ടെന്ന്. അത്തരം ഒരു പ്രൊപ്രൈറ്റി കാണിക്കുന്നതിൽ മുഖ്യമന്ത്രി ശ്രദ്ധിക്കുന്നു എന്നുള്ളതല്ലാതെ കാരണം നമ്മൾ അതിൻ്റെ ആക്ഷനിലേക്ക് വന്നു കഴിയുമ്പം ഗവർണർമാരെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നിയമം പാസ്സാക്കിയ മുഖ്യമന്ത്രിയെ കുറിച്ചാണ് അദ്ദേഹം അത്താഴം കഴിച്ചു എന്നുള്ളത്. ഞാൻ അത്താഴം കഴിക്കുന്നുള്ളതല്ല ഞാൻ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു പ്രകടനപരതയ്ക്ക് അപ്പുറത്ത് SFI നിയമം, ഞാൻ പറയുന്നത് നിയമം ചെയ്യാൻ സാധിച്ചില്ലല്ലോ. അതാണ് പ്രശ്നം. നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചില്ലല്ലോ. അവിടെ പോലും അതായത് മുഖ്യമന്ത്രിക്കോ സംസ്ഥാന സർക്കാരിനോ നിയമസഭയ്ക്കോ എസൻഷ്യലി ആ ബില്ല് നിയമസഭയുടെ പ്രോപ്പർട്ടിയാണ്. അതിനെ ഡിഫെൻഡ് ചെയ്യാൻ നമ്മൾ കോൺഗ്രസ്സുകാരെ കണ്ടില്ല. അല്ല, ചാൻസലറെ സ്ഥാനത്തു നിന്നും ഗവർണറെ മാറ്റണം എന്നൊരു തീരുമാനം വന്നപ്പോൾ ഞങ്ങൾ എതിർത്തില്ല.
ബില്ല് പാസ്സായി. ബില്ല് പാസ്സായി. ഞാൻ പറയുന്നത് ഐക്യകണ്ഠേനയായിരുന്നു. ആ ബില്ലിന്റെ പുറത്ത് ഗവർണർ ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല. അവിടെ ഒന്നും അല്ല, ഞാനതാണ് ആ പോയിന്റാണ് പറയാൻ വന്നത്. അത് നേരത്തെ ഇത്തരം ഗവർണർമാർ ഇത്തരം കാര്യങ്ങളിൽ തടസ്സം ഉന്നയിക്കുന്നതിൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ അതിനോട് യോജിപ്പില്ല എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഗവർണറെ ചാൻസലർ സ്ഥാനത്തു നിന്ന് മാറ്റണം എന്നുള്ള കാര്യത്തിലും കേരള നിയമസഭ ഐക്യകണ്ഠേനയാണ് ബിൽ പാസ്സാക്കിയത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങൾ ഒരിക്കലും ആശയപരമായിട്ട് ഞങ്ങൾ പിന്നോട്ട് പോയിട്ടില്ല. പക്ഷേ ഈ ഗവൺമെന്റും പ്രത്യേകിച്ച് സംഘപരിവാറും തമ്മിലുള്ള റിലേഷൻ, സംഘപരിവാറിന്റെ ഒരു, നമ്മൾ ഗവർണർ എന്ന് പറയുന്ന ഇപ്പൊ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകൾ സംഘപരിവാറിന്റെ ഒരു പ്രതിനിധിയായിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി. പക്ഷേ ഈ വിഷയത്തിൽ ആത്മാർത്ഥത ഇല്ല. ഇപ്പൊ യൂണിവേഴ്സിറ്റി മാത്രമല്ല, യൂണിവേഴ്സിറ്റി ഞാൻ പറഞ്ഞതിന്റെ ഒരു പോയിന്റ് ഈ സെനറ്റ് നോമിനേഷൻ ഉൾപ്പെടെ കാര്യം ഒരു ബഹളം വെക്കുന്നല്ല, അക്സെപ്റ്റ് ചെയ്തു പോകുന്നു. രണ്ടാമത് വിവിധ വിഷയങ്ങൾ നമുക്കറിയാം. ഇപ്പം ദത്താത്രേയ ഹൊസബളയെ കാണാൻ DGP അജിത് കുമാർ പോയി, പേഴ്സണലി ടോക്ക് നടത്തി. പുറത്തു വരുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ്റും RSS തമ്മിലൊരു ടോക്ക് നടത്താൻ വേണ്ടിയാണ് പോയത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണം. DGP അജിത് കുമാറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എല്ലാ നടപടികളും ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. അജിത് കുമാറിനെ ഒരു തരത്തിലും അലോസരപ്പെടുത്തുന്ന ഒരു നടപടികളും നമുക്ക് കാണുന്നില്ല. ഇവിടെ PM ശ്രീ വിഷയം തന്നെ, PM ശ്രീയിൽ മുഖ്യമന്ത്രി പോയി ഒരു ചർച്ച നടത്തിയിട്ട് പിന്നെ എല്ലാം ബ്ലാക്കാണ്. പിന്നെ എല്ലാവരും പാർട്ടി അറിയുന്നില്ല, മുന്നണി അറിയുന്നില്ല, എല്ലാം തീരുമാനമായി തിരിച്ചു വരികയാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായി അദ്ദേഹത്തിന് ഞാൻ ഒരു പേഴ്സണലായി പറയുന്നതല്ല, പക്ഷേ എങ്കിൽ പോലും ശ്രീ പിണറായി വിജയന് മറ്റ് ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർക്ക് ലഭിക്കാത്ത ഒരു പ്രൊട്ടക്ഷനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊരു ഊഷ്മളമായ ബന്ധവും സംഘപരിവാർ നേതൃത്വത്തിനുണ്ട് എന്നൊരു കാഴ്ചപ്പാടാണ് കോൺഗ്രസിനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ഗവർണർ ഇടയ്ക്കിടയ്ക്ക് ക്രൈസിസ് വരുമ്പോൾ, ഗവൺമെൻറ്റിന് ക്രൈസിസ് വരുമ്പോൾ ഞങ്ങൾ സംഘപരിവാർ വിരുദ്ധരാണെന്ന് കാണിക്കാൻ വേണ്ടി നടത്തുന്ന ചില നാടകങ്ങളായിട്ടാണ് ഇവരുടെ പല പ്രവർത്തനങ്ങളെയും നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. രാഷ്ട്രീയത്തിൽ അത്തരം ചില കാര്യങ്ങളും ഉണ്ടല്ലോ, പലതരത്തിലുള്ള നാടകങ്ങൾ, അന്തർധാരകൾ. അതുകൊണ്ട് ഇവരുടെ ആ എതിർപ്പ് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. നിയമം കൊണ്ടുവന്നാലും നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തില്ല. നിയമം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അതെല്ലാവരും ചെയ്യാവുന്നൊരു കാര്യമല്ല. അത് ഗവർണർക്ക് ഇന്നത് ചെയ്യാവുന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഗവർണർ അതിന്മേൽ തടസ്സപ്പെട്ട് നിൽക്കുമ്പോൾ അതിന് പ്രസക്തി ഇല്ലല്ലോ. അതിന് മാത്രമല്ല, അതൊരു പുതിയ കാര്യമല്ലല്ലോ, ഇന്ത്യയിലെ ഒരു പുതിയ കാര്യമല്ല. തമിഴ്നാട് ആ ഒരു കാര്യം മുൻപ് തന്നെ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഗവർണർ ചാൻസലർ അല്ല. അതൊരു, ഞാൻ പറഞ്ഞതൊരു ഇന്ത്യയിൽ ആദ്യമായിട്ടുണ്ടായ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ഒരു ഇന്നോവേഷനൊന്നും അല്ലത്. വർഷങ്ങളായി വിവിധ, ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ തന്നെ വിവിധ സർവകലാശാലകളുടെ ചാൻസലർ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞത് നമുക്കറിയാമല്ലോ. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് എത്രമാത്രം ഉണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ടും എന്നാൽ ജനത്തെ ബോധ്യപ്പെടുത്താനും, അതെൻ്റെ വിമർശനമാണ്. കാരണം അത് കോൺഗ്രസ്സുകാരൻ നിലനിൽക്കാനെ കണ്ടാൽ മതി. എൻ്റെ വിമർശനമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ വിമർശനമാണ്. ഇത് പലപ്പോഴും പുറത്തെ ആളുകളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങളും എന്നാൽ രണ്ടുപേർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത നടപടികളുമാണ്. അതാണ് എൻ്റെ കാര്യം. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സർക്കാർ ഗവർണറെ കാണുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഉടനെ ഓടിച്ചെന്ന് ഇടിക്കാൻ പറ്റത്തില്ലല്ലോ. മുഖ്യമന്ത്രി നിയമപരമായി അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. SFIക്കാർ സമരം ചെയ്യുന്നു. ഇതൊക്കെ വേറെ പ്രകടനം മാത്രമായിട്ടാണോ നിങ്ങൾ ഞാൻ ഈ പ്രകടനത്തിലൊന്നും ഞാൻ KSUക്കാരെ കാണുന്നില്ല. കാരണം CPM എന്നുള്ള ഭരണകക്ഷിയാണ്, അവർക്ക് അവരുടേതായ ലിമിറ്റേഷൻ. ഒരു പോയിന്റ് ഞാൻ പറയാം. അതായത് ഇപ്പോൾ കേരളത്തിൽ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ ഐക്യജനാധിപത്യ മുന്നണിയും ഇടതു മുന്നണിയും തന്നെയാണ്. CPM ഭരിക്കുന്നു, ഞങ്ങൾ പ്രതിപക്ഷത്താണ്. അപ്പം ഞങ്ങളുടെ പ്രതിപക്ഷ ധർമ്മം കൂടുതലും ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ആകുക എന്നത് സ്വാഭാവികമായ കാര്യമാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ സംഘപരിവാറിനെതിരെയുള്ള പൊളിറ്റിക്സിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നിലപാടെടുത്ത് നിൽക്കുന്നത് ഞങ്ങളാണെന്ന പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു ഇവിടെ ഫസ്റ്റ് ഇപ്പം ഇവിടെ യഥാർത്ഥത്തിൽ BJPയുടെ പൊളിറ്റിക്കൽ സ്പേസ് നിഷേധിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് ഞങ്ങൾ അതിശക്തമായ നിലപാട്. ഇപ്പോൾ പിന്നെ വഖഫ് നിയമങ്ങൾക്കെതിരെയുള്ള വിഷയം, വഖഫ് ഭേദഗതി വിഷയത്തിൽ ഏറ്റവും അത് BJPയുടെ കേന്ദ്ര സർക്കാർ ഇവിടുത്തെ ഈ ലോക്കൽ BJPക്കാർ ഇവിടെ നടത്തുന്ന അവരെ കായികമായി നേരിടുന്നതോ അവരെ ശാരീരികമായി ആക്രമിക്കുന്നതോ അല്ലല്ലോ അവർക്കെതിരെയുള്ള പ്രതിരോധം. അവർക്കെതിരെയുള്ള പ്രതിരോധം എന്ന് പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞങ്ങൾക്ക് നിലപാടുണ്ട്. അത് ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. പാഠ്യപദ്ധതികൾ സംഘപരിവാർ ഈ രാജ്യത്താകമാൻ നടത്തുന്ന പാഠ്യപദ്ധതികൾക്കുള്ള ഇടപെടൽ ഞങ്ങൾക്ക് നിലപാടുണ്ട്, മനസ്സിലാക്കണം അത്. അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങളിൽ അവർ കടന്നുകയറ്റം നടത്താൻ ശ്രമിക്കുന്നതിനായിട്ട് ശക്തമായ പ്രതിരോധം നിർത്തുന്നൊരു പാർട്ടി ഞങ്ങൾ തന്നെയാണ്. ഞങ്ങളെ പ്രശ്നം. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഭാഗത്ത് ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കാനുള്ള PMC പദ്ധതിയിൽ ഉൾപ്പെടുക,
ഒരേ സമയത്ത് തന്നെ അത് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ ഗവർണർക്കെതിരാണെന്ന് സമരം ചെയ്യുന്നതിനകത്ത് അർത്ഥമില്ല. ഞങ്ങൾക്കെതിരാണെന്ന് തെരുവുകളിൽ SFIക്കാരൻ സമരം ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാം ബെനിഫിഷ്യറിയായി നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം തലപ്പത്ത് നിൽക്കുന്ന ഡിസിഷൻ മേക്കേഴ്സ് ആയിരിക്കുന്ന ആളുകൾ പോയി അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇതുപോലെയുള്ള കരാർ ഒപ്പിടൽ, അതോടൊപ്പം തന്നെ വേദികളിലേക്കുള്ള അവരുടെ ക്ഷണം, അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ അത്തരത്തിലുള്ള ബന്ധങ്ങൾ പുലർത്തുക, ഇതൊക്കെ നൽകുന്നൊരു സന്ദേശം ചെറുതല്ല. അപ്പം ഞങ്ങൾ സംഘപരിവാർ രാഷ്ട്രീയത്തെ എതിർക്കുന്നത് ഒരു കേരള സംഘപരിവാർ ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമല്ല, ഞങ്ങളതിനെ ദേശീയ തലത്തിൽ അവർ മുന്നോട്ട് വെക്കുന്ന അജണ്ടകളെ അതിശക്തമായി എതിർത്തുകൊണ്ടാണ് ഞങ്ങളവരെ എതിർക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ തന്നെ ഇപ്പോൾ അയ്യപ്പ സംഗമം നടന്നു. ഞാനൊരു പോയിന്റ് ഞാൻ പറഞ്ഞ, അയ്യപ്പ സംഗമത്തിനകത്ത് ഈ യോഗി ആദിത്യനാഥിൻ്റെ മെസ്സേജ് വായിക്കുക എന്നതിന് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ട്? യോഗി ആദിത്യനാഥ് റെപ്രസെൻ്റ് ചെയ്യുന്ന പൊളിറ്റിക്സ് എത്രമാത്രം ഭീകരമാണ്. ഇന്ത്യയുടെ ഒരു ജനാധിപത്യ മൂല്യങ്ങളെ അംഗീകരിക്കുന്നില്ല. ബുൾഡോസർ രാജ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ അതായത് ഇന്ത്യൻ സംസ്കാരം എന്നത് തീർത്തും ഹൈന്ദവം മാത്രമാണ് എന്ന് വരുത്താൻ വേണ്ടി മറ്റ് മതസ്ഥർ, ഇപ്പോൾ അക്ബറിൻ്റെ പേര് വന്ന സ്ട്രീറ്റുകളുടെ മുഴുവൻ പേരുകൾ മാറ്റുന്നു, അല്ലെങ്കിൽ മുഗൾ വംശമോ മറ്റെന്ത് വംശങ്ങളും ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ സാംസ്കാരിക അധിനിവേശവും ശാരീരിക ആക്രമണവും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. നമ്മൾ സംഘപരിവാർ ഫാസിസത്തിൻ്റെ ഏറ്റവും കൃത്യമായൊരു ആളെ അദ്ദേഹത്തെ ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ ഒരു ഭാഗത്ത് ഗവർണർക്കെതിരെ സമരം ചെയ്തു എന്ന് പറഞ്ഞിട്ട് യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിക്കുകയും PMC പദ്ധതിയിൽ ഒപ്പിടുകയും ചെയ്യുന്ന രാഷ്ട്രീയം കാണുന്നതുകൊണ്ടാണ് മറ്റൊരു വെറും നാടകമാണ് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, അതായത് സപ്പോസ് CPM-ന്റെ രാഷ്ട്രീയം RSSന്റെ രാഷ്ട്രീയം ആണെന്ന് ഇരിക്കട്ടെ, നിങ്ങളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ചെയ്തത് പന്തളത്ത് വിശ്വാസ സംഗമം സംഘടിപ്പിക്കുകയാണ്. നിങ്ങൾ ചെയ്തത് എങ്ങനെയൊക്കെ കേരളത്തിലെ ഹിന്ദുമത വിശ്വാസിയുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയുന്നത് CPM-ന് RSSന്റെ പൊളിറ്റിക്സ് ആണെന്ന് വെക്ക്. നിങ്ങൾ എന്ത് RSS വിരുദ്ധ രാഷ്ട്രീയമാണ് പറയുന്നത്? എനിക്ക് മനസ്സിലാവത്തില്ല. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, നമുക്ക് നല്ല ഡിഫറൻസ്. ഞാനത് അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കും. അതായത് നിങ്ങൾ ഇല്ലാത്ത ലെജിറ്റിമസി, നിങ്ങൾ സംഘപരിവാർ ഉയർത്തിക്കൊണ്ടുവരുന്ന സ്ഥാപനങ്ങൾക്ക്, അതായത് പന്തളം രാജകുടുംബം, പന്തളം എന്നുള്ള സ്ഥലം, ഇതിനൊക്കെ നിങ്ങൾ RSSന്റെ ഐഡിയകളിൽ ലെജിറ്റിമസി കൊടുക്കുകയല്ലേ നിങ്ങൾ? RSS ആണോ പന്തളത്തിന്റെ? എനിക്കതാണ് ഇവിടെയാണ് എനിക്കുള്ള അഭിപ്രായ വ്യത്യാസം വരുന്നത്. അതായത് ഞാൻ പറയുന്നത് സർക്കാർ ഒരു പന്തളത്തിന്റെ ശബരിമലയുമായി ബന്ധപ്പെട്ടത് പന്തളത്തിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ ആ നാട്ടുകാരനാണല്ലോ, ഹരിപ്പാടാണ് എൻ്റെ നാട്. അമ്പലപ്പുഴ ഞങ്ങളുടെ പ്രദേശത്ത് നിന്നാണ് ഏറ്റവും വലിയ പേട്ട സംഘം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പന്തളം എന്ന് പറയുന്ന അയ്യപ്പ വിശ്വാസത്തിന്റെ കേന്ദ്രമാണ്. കാരണം പന്തള രാജകുമാരനായിട്ടാണല്ലോ അയ്യപ്പന്റെ സങ്കല്പം വഹിക്കുന്നത്. അവിടെ നിന്നാണ് എല്ലാ തുടക്കം. പിന്നെ പന്തളത്തല്ലാതെ വിശ്വാസ സംഘം ഇവിടെ സംഘടിപ്പിക്കാൻ സാധിക്കും. ഞാൻ ഒരു പോയിന്റ് ചെയ്യാൻ ചോദിക്കാം, ഈ അവിടെ വന്ന ആളുകളെല്ലാം തന്നെ RSS ആണോ? ഞാൻ പറഞ്ഞത് ഇത് നമ്മളെന്തിനാണ് വിട്ടുകൊടുക്കുന്നത്? ഈ വിശ്വാസികളെ നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഹിന്ദുമത വിശ്വാസികൾക്കൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഈ രാജ്യത്തെ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമായ കോൺഗ്രസ് പാർട്ടി, മതനിരാസത്തിൽ വിശ്വസിക്കാത്ത, എല്ലാ മതങ്ങളോടും ആദരവ് പ്രവർത്തനം എന്ന് പറയുന്ന ഒരു പാർട്ടി, ആ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കാൻ കൃത്യമായ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സംഗമം നടത്തി അവിടെ ഇവിടെ നടക്കുന്ന മോഷണത്തെക്കുറിച്ചും വർഷങ്ങളായി നടക്കുന്ന ഇത്തരമുള്ള പ്രവൃത്തിയെക്കുറിച്ചും അവിടെ ഇതിനെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ളൊരു ഭരണകൂടത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെ RSS അജണ്ടയാവും? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഭരണപരമായ പിഴവ്, ഞാനത് അംഗീകരിക്കാൻ മാത്രമല്ല, അതിനെ നിങ്ങൾ അത് CPM-ന്റെ RSSന്റെ ആയിട്ടുള്ള ഇതായിട്ടോ, അതല്ലെങ്കിൽ CPM മനഃപൂർവ്വം അത് ക്ഷേത്രം കൊള്ളയടിച്ചോ എന്നുള്ള മട്ടിലേക്ക് നിങ്ങൾ CPM എന്നുള്ളതല്ലല്ലോ. ഞാൻ അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. പക്ഷേ നമ്മളൊരു ഒമിഷൻ, നമ്മളെ നിയമം അറിയാവുന്നല്ലോ, ഒമിഷൻ മാത്രമാണോ എന്നുള്ളത് ഇനി വരേണ്ടതുകൂടാ. ഞാൻ രണ്ട് തരത്തിൽ, നമുക്കിപ്പോൾ പ്രൈമ ഫസി നമുക്കതിനെ ഒമിഷനായി കരുതുക, ഒരു വീഴ്ചയായി കരുതുക. രണ്ടാമത്തെ കൾപ്പബിൾ ആണെന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഞാൻ ലീഗലി ഡിഫൈൻ ചെയ്താൽ നമ്മൾ അങ്ങനെ ആണെപ്പോലും ഇത് പറയേണ്ടതല്ലേ. ഒരു ഭരണകൂടത്തിനകത്ത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുള്ള ഭരണകൂടം, അതിൻ്റെ ബോർഡ് കഴിഞ്ഞ ഒരു ദശകക്കാലമായിട്ട് ഇതെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതൊരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം അതിൽ മുറിവേറ്റി നിൽക്കുന്ന വിശ്വാസികളോട് സംസാരിച്ച് ഇത് തെറ്റാണെന്നും ഇത് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള ഞങ്ങളുടെ വേർഷൻ പറയാതിരുന്നാൽ
ആ സ്പേസ് BJP അല്ലേ കൊണ്ടുപോകുന്നത്. അപ്പം ഞങ്ങളത് ചെയ്തതല്ലേ ഏറ്റവും നന്നായ കാര്യം. അവിടെ എല്ലാ ഞങ്ങളുടെ ഞാൻ ഓർക്കുന്നൊരു കാര്യമുണ്ട്. ശബരിമല വിശ്വാസ സംരക്ഷണ ജാഥ നടത്തുമ്പോൾ ഇത്തവണത്തെ ജാഥ ക്യാപ്റ്റന്മാരെ കൂടെ പറഞ്ഞു. ഞങ്ങളുടെ ജാഥ ക്യാപ്റ്റന്മാർ ബെന്നി ബെഹനാനാണ് ഒരു ജാഥ ക്യാപ്റ്റൻ, മനസ്സിലാക്കണോ? അനിമോൾ ഉസ്മാൻ ആയിരുന്നു. അപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ വിളിച്ചിട്ട് ഹിന്ദുമത വിശ്വാസികൾ മാത്രം വന്നാൽ മതി, ഇതിനകത്തൊരു കാര്യം ചെയ്യും, ക്ഷേത്ര വിശ്വാസികളായ ഇപ്പോൾ ഈ കെ മുരളീധരൻ്റെ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ VT ബൽറാമായിരുന്നു. VT ബൽറാം ഒരു പ്രഖ്യാപിത വിശ്വാസിയാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ ദൈവവിശ്വാസി അല്ലെന്ന് പറയുകയാണ്. അല്ല, ഞാൻ പറഞ്ഞ പോയിന്റ്, ഞങ്ങളൊരു ഇതൊക്കെ ചില ഈ സെമിയോട്ടിക്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ചിഹ്നശാസ്ത്രം എന്ന് പറയുന്നത് ഞങ്ങൾ ചില മെസ്സേജ് കൂടെ നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളിതിനെ മതപരമായി കാണാൻ ആഗ്രഹിക്കുന്നില്ല. കെ മുരളീധരനും VT ബൽറാമും ഷാനിമോൾ ഉസ്മാനും അല്ലെങ്കിൽ ബെന്നി ബെഹനാനും ഇവരെല്ലാം സംസാരിക്കുമ്പോൾ ഞങ്ങളിതൊരു മതവിശ്വാസ വിഷയമായിട്ടല്ല കാണാൻ, ഞങ്ങളിതിനെ RSS സ്ഥലമായിട്ടല്ല കാണാൻ ആഗ്രഹിക്കുന്നത്. ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നം. അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇടപെടാനുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റുന്നു. ഞങ്ങൾ ഒരിക്കലും ചൂഷണത്തിനല്ല ശ്രമിക്കുന്നത്, ഒരു സുവർണാവസരമായിട്ടല്ല ഞങ്ങൾ കാണുന്നത് എന്ന തരത്തിൽ വരുത്താനാണ് ശ്രമിക്കുന്നത്. ഇത് അഡ്രസ്സ് ചെയ്യാതിരുന്നാലാണ് കൂടുതൽ കുഴപ്പമുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ കാണുന്ന മനുഷ്യരിൽ പലരും തീവ്രമായ വിശ്വാസികളാണ്. അവരുടെ വികാരങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യാൻ വരെ ആളുണ്ട്. ആ വിഷയം അവരോട് അത് വികാരപരമായിട്ടല്ല അഡ്രസ്സ് ചെയ്യേണ്ടത് എന്ന് പറയേണ്ടതിന് പകരം ഞാൻ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. കോൺഗ്രസ് വിശ്വാസ സംരക്ഷണ ജാഥ നടത്തിയ വികാരപരമായിട്ടല്ല. ഞങ്ങളതിനെ പൊതുയോഗങ്ങൾ നടത്തി വിശദീകരണം, അല്ലാതെ ഒരു ദിവസം അടുത്ത ദിവസം വിളിച്ചിട്ട് പോയി വലിയ അടിയും ബഹളവും ഉണ്ടാക്കി സംഘർഷങ്ങളുണ്ടാക്കി വലിയ അത്തരമൊന്നും അല്ല നടത്തുക. നമുക്ക് വിശ്വാസ സംരക്ഷണ ജാഥ എന്ന് പറഞ്ഞാൽ കൃത്യമായ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളായിരുന്നു, അത് മനസ്സിലാക്കണം. അല്ല, ഞങ്ങളൊരു മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഏർപ്പാടല്ല അത്. അവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്നത് കൊണ്ട് ദേവസ്വം ബോർഡുകൾ കൊള്ളയടിച്ചു എന്നൊരു പ്രശ്നം ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല. ഞങ്ങൾ ഉൾപ്പെടെ സംസാരിച്ച കാര്യമാണ്. കാരണം എന്താ, ഞങ്ങളുടെ കൂട്ടത്തിൽ അവിശ്വാസികൾ ഇതിനകത്തുണ്ട്. നേരത്തെ പറഞ്ഞ അവിശ്വാസികളായ മനുഷ്യരുണ്ട്, മറ്റു മതസ്ഥരുണ്ട്. അപ്പോൾ അവിശ്വാസികളായിരിക്കുന്ന ആളുകളെ മാറ്റണം എന്ന പോയിന്റ് അല്ല ഞങ്ങൾ. അത് പറയുന്നത് RSS ആണ്. അവർ പറയുന്നത് എന്താ, മതവിശ്വാസികളല്ലാത്ത ഇവരിയ്ക്കുന്നത് കൊള്ളയടിക്കുന്നതുകൊണ്ടല്ല എന്ന് ഇവർക്ക് വിട്ടുകൊടുക്കണമെന്ന് അവർ പറയുന്നത്. അവരുടെ പൊളിറ്റിക്സ് അല്ല ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങൾ നിർത്തിക്കൊണ്ട് ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം പുലർത്തേണ്ട എല്ലാ മര്യാദകളും വെച്ചിട്ടാണ് ഞങ്ങൾ സംസാരിക്കേണ്ടത്. അതല്ലേ ചെയ്യേണ്ടത്. അത് കോൺഗ്രസിൻ്റെ വിശദീകരണം. ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസും UDF-ഉം നിങ്ങൾ പ്രധാനമായിട്ടും ആക്രമിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് RSS-ഉമായിട്ട് ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളുടെ പേരിൽ കേസുകൾ വന്നു കഴിയുമ്പം അത് എത്തിയില്ലെങ്കിലും, കേസുകളൊന്നും ഒരിടത്തെത്തുന്നില്ലെങ്കിലും നിങ്ങൾ അതിനെ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ ഒറ്റ മനുഷ്യനെ മാത്രം കേന്ദ്രീകരിച്ച് കേരളത്തിലെ UDF-ൻ്റെ ആക്രമണം മുമ്പോട്ട് കൊണ്ടുപോകുന്ന എത്രത്തോളം പൊളിറ്റിക്കലി നിങ്ങൾക്ക് റിവാർഡിങ് ആണെന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ഐഡിയ? നിങ്ങൾക്ക് പ്രശ്നങ്ങളിൽ പിണറായി വിജയൻ ഇപ്പോൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് കേരള മുഖ്യമന്ത്രി പദം മാത്രമല്ല, കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ അന്തിമ വാക്കാണ് അദ്ദേഹമാണ് പാർട്ടി. അത് സത്യമാണ്. ഇപ്പം നമുക്കറിയാലോ, അവർ പാർട്ടി ഡിസിഷൻസ് പോലും പൂർണ്ണമായി അദ്ദേഹത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു പരസ്യമായ രഹസ്യമാണ്. പിന്നെ മാത്രമല്ല, ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ നടപടികളെയാണ് നമുക്ക് എതിർക്കേണ്ടി വരുന്നത്. ഇപ്പോൾ പിണറായി വിജയനെ എതിർക്കാൻ വരുന്ന ഗോവിന്ദൻ മാഷിനൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ ആ മന്ത്രിസഭയിലെ തന്നെ ധനകാര്യമന്ത്രി KN ബാലഗോപാലിനെയോ അല്ലെങ്കിൽ എക്സൈസ് മന്ത്രി ആയിരിക്കുന്ന MP രാജേഷിനെയോ അവരുടെ വകുപ്പുകളിലെ ചെറിയ കാര്യങ്ങൾ പറയുക എന്നതിനപ്പുറത്ത് എതിർക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയനെ എതിർക്കേണ്ടി വരുന്നത് ഇപ്പം നരേന്ദ്രമോദിയെ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി കണ്ട് എതിർക്കുന്നത് പോലെ കരുതിയാൽ എക്സാക്ട്ലി. അതാണ് എൻ്റെ പ്രശ്നം. അതായത് രാഹുൽ ഗാന്ധി ഇപ്പം നരേന്ദ്രമോദി എന്നുള്ള വ്യക്തിയല്ല അദ്ദേഹം ആക്രമിക്കുന്നത്, അദ്ദേഹം RSS-നെയാണ് ആക്രമിക്കുന്നത്. കേരളത്തിൽ വന്നു കഴിയുമ്പോൾ എൻ്റെ വ്യത്യാസം ഞാൻ പറയാം. ഇപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി റെപ്രസെൻ്റ് ചെയ്യുന്ന RSS ഐഡിയോളജിയാണ്. അപ്പോൾ അവിടെ ഒരു ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ഈ കോൺഗ്രസ് ഐഡിയോളജിയും RSS ഐഡിയോളജിയും തമ്മിൽ ഒരു തരത്തിലും യോജിപ്പിൻ്റെ ഘടകങ്ങളില്ല. ആ ഐഡിയോളജിയാണ് ആളെ സൃഷ്ടിക്കുന്നത്. ഇവിടെ പിണറായി വിജയനും കോൺഗ്രസും CPM-ഉം തമ്മിൽ ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും അതെന്ന് പറയുന്നത് ഈ RSS ഐഡിയോളജിയോടുള്ള എതിർപ്പിൻ്റെ തലത്തിലല്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയെ കാണേണ്ടത്. അപ്പം ഞങ്ങൾക്കിവിടെ ഐഡിയോളജിക്കൽ വാറല്ല ഉയർത്തേണ്ടത്.
ഇവിടെ ആ ഐഡിയോളജിയുടെ ഭാഗമായി നേതൃത്വത്തിൽ വന്ന ആള് ആ ഐഡിയോളജിയുടെ നല്ല വശങ്ങളെ ഒരു തരത്തിലും എല്ലാം കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി 100% ശരി, എനിക്ക് അതിനോട് വിയോജിപ്പുള്ള ഘടകങ്ങൾ വേറെ ഉണ്ട്, അത് വേറെ കാര്യം, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. അല്ല, കേരളത്തിൽ ഞങ്ങളാണ് ശരിയായ ഇടതുപക്ഷം എന്ന് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയാം. അപ്പം അതുകൊണ്ട് ഐഡിയോളജിക്കൽ വാർ ഇവിടെ പ്രസക്തിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജിക്കൽ വാർ അല്ലല്ലോ ഇവിടെ ആവശ്യമുണ്ട്. ഇവിടെ പിണറായി വിജയൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു തരത്തിൽ സ്ഥിതി സമത്വ ആശയങ്ങൾക്ക് പോലും വിരുദ്ധമാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളുടെ കാര്യം പറഞ്ഞു. ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഞാൻ വരുന്ന ഹരിപ്പാട് അമ്പലപ്പുഴ തീരപ്രദേശത്തു നിന്നാണ്. എനിക്കറിയാം അവിടെ നടക്കുന്ന കരിമണൽ ഖനനത്തിൻ്റെ യഥാർത്ഥ കാര്യം എന്താണ്, അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണെന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ടാണ് മാസപ്പടി കേസിൻ്റെ കാര്യം വരുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ സുപ്രീം കോടതി ഉൾപ്പെടെ നമുക്ക് ജഡ്ജ്മെൻറ്റ് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ, അതൊക്കെ ടെക്നിക്കൽ ജഡ്ജ്മെൻറ്റ്സ് ആണ്. ഇപ്പോൾ മാത്യു കുഴൽനാടൻ കൊടുത്ത കേസിൽ ഹൈക്കോടതിക്ക് മുമ്പാകെ സുപ്രീം കോടതിക്ക് മുമ്പാകെ ഉണ്ടായ കേസിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എനിക്കതിനകത്ത് ആശയപരമായി ഞാനത് കോടതി അലക്ഷ്യമാവുമോ എന്ന് എനിക്കറിയില്ല. മലയാളിയായ ഒരു ജഡ്ജ് ഇരുന്നത് പോലും തെറ്റാണെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ചീഫ് ജസ്റ്റിസിനൊപ്പം മലയാളിയായ ഒരു ചീഫ് ജഡ്ജ് ഇരുന്നത് പോലും, പ്രത്യേകിച്ച് ഞാൻ അതിൻ്റെ വ്യക്തിപരമായി പറയുന്നില്ല, അതൊരു മോറലി ജുഡീഷ്യറി എന്നൊക്കെ പറഞ്ഞാൽ ജുഡീഷ്യറിയും കുറേയൊക്കെ മോറൽ ഇതാവണമെന്നുള്ളതിൻ്റെ വിമർശനങ്ങൾക്ക് അത് എനിക്ക് പറയുന്നതിന് ഭയമില്ലാത്ത ആളാണ്, എനിക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടില്ല, അത് തെറ്റായിരുന്ന അഭിപ്രായക്കാരൻ. പക്ഷേ കോടതി വിധി തന്നെയാണ്. പക്ഷെ അതൊന്നും തന്നെ ആ ഇഷ്യൂ ഇല്ലാതാക്കുന്നില്ല. ഇപ്പോഴും ആ മാസപ്പടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ SFI അന്വേഷണം ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. അതിനകത്തൊരു അധാർമികത ഉണ്ട് എന്ന് ഞാൻ 100% ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതിനകത്തൊരു കാര്യം ഉണ്ടായിരുന്നു. അതിനകത്ത് അത്തരത്തിൽ വലിയ സാമ്പത്തിക ലാഭം കിട്ടിയതിൻ്റെ പിന്നിൽ ചില ഗവൺമെൻറ് പോളിസികളുടെ ചില നിലപാടുകൾ ഉണ്ട് എന്നത് ആ പ്രദേശക്കാരനൊരു അനുഭവസ്ഥ എന്ന നിലയിൽ ഞാൻ 100% വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് മറ്റൊരു കാര്യം. അതിനകത്ത് അധാർമികതയുണ്ട് എന്ന് ലിജു പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ നിങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ച നിയമപ്രശ്നമാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ നിയമപ്രശ്നം എന്ന് പറയുമ്പം SFIയോട് അന്വേഷണം നടക്കുന്നുണ്ടെന്നുള്ള എനിക്ക് മനസ്സിലായി. പക്ഷെ കുഴൽനാടൻ പറഞ്ഞുകൊണ്ടിരുന്നത് PC ആക്ട്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അവിടെ അട്രാക്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ പിണറായി വിജയൻ ഒരു നടപടി അല്ലെങ്കിൽ ഒരു നയമുണ്ടാക്കണം. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലിജു പറഞ്ഞ പോലെ പിണറായി വിജയൻ്റെ സമയത്ത് പ്രത്യേകിച്ച് അവിടെ സ്പെസിഫിക് ആയിട്ട് എന്ത് ആനുകൂല്യമാണ് ഈ അവിടുത്തെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കിട്ടിയിരിക്കുന്നത് പറയും. അത് നിങ്ങളത് പറഞ്ഞതുകൊണ്ട് പറയൂ. പിണറായി വിജയൻ്റെ സമയത്ത് ഈ കരിമണൽ കമ്പനിക്ക് ഇത് ശ്രീ കുഴൽനാടൻ ഉന്നയിക്കാൻ ശ്രമിച്ചതാണ്. അദ്ദേഹത്തിന് ഒരു തെളിവും കൊടുക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ സെഷൻസ് കോടതി, വിജിലൻസ് കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒരു തെളിവും കൊടുക്കാൻ പറ്റാത്ത നിങ്ങളുടെ തന്നെ കൊളീഗ് വൈസ് പ്രസിഡന്റ് ആയിരിക്കും, അദ്ദേഹത്തിന് ഒരു തെളിവും കൊടുക്കാത്ത കാര്യം ലിജു എങ്ങനെയാണ് വീണ്ടും പറയുന്നത്? ഞാൻ പറയുന്നത് അതിൽ ധാർമ്മിക പ്രശ്നമുണ്ടെന്ന് ലിജു പറഞ്ഞതിന് ഞാൻ അംഗീകരിക്കുന്നു. അതല്ല എൻ്റെ പ്രശ്നം. അവിടെ കരിമണൽ ഖനനത്തിൻ്റെ കാര്യത്തിൽ എന്താണ് ഒരു വ്യത്യാസം വന്നത്? പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇതിനു മുമ്പുണ്ടായിരുന്ന സമയത്തേക്കാൾ എന്ത് വ്യത്യാസമാണ് വന്നത്? ഈ കരിമണൽ ഖനനം അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിൽ മണൽ ഖനനം ചെയ്യും. ഇത് നേരെ KMML ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ ആത്യന്തികമായ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഇവിടെ സ്വകാര്യ കരിമണൽ കമ്പനികളാണ്. ഒരു ബെനിഫിഷ്യറി മേ ബി പറയാം. അവിടെ യഥാർത്ഥത്തിൽ മണൽ ഖനനം ഒരിടത്തൊരു മണൽ ഖനനം നടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചവറയിൽ ഖനനം നടക്കുന്നുണ്ട്. ചവറ ഖനനം നടക്കുന്നതിന് മുമ്പ് വലിയ തോതിലുള്ള പാരിസ്ഥിതിക ഇമ്പാക്റ്റ് പഠനം നടത്തി കേന്ദ്ര അനുമതി വാങ്ങി ന്യൂക്ലിയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉൾപ്പെടെ അനുമതി വാങ്ങിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഖനനം നടക്കുന്ന പ്രോസസ്സ് അതാണ്. അപ്പം ഞങ്ങളുടെ മേലെ തോട്ടപ്പള്ളി നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? തോട്ടപ്പള്ളിയിൽ ഈ പ്രളയം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പ്രളയത്തിന് ശേഷമുള്ളൊരു ടൈമുണ്ട്, 2018 ശേഷം. അപ്പോൾ അവിടെ ഈ തോട്ടപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദി ഉൾപ്പെടെ വന്ന് കയറി സമുദ്രത്തിലേക്ക് കയറുന്നൊരു ഏരിയയാണ്. അപ്പോൾ അവിടെ ഈ മണൽ എടുത്തു മാറ്റിയെങ്കിൽ മാത്രമേ നീരൊഴുക്ക് സുഗമമാവുകയുള്ളൂ. നാളെ ഒരു പ്രളയം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇതുണ്ട്. അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നൊരു പോയിൻ്റ് ഉപയോഗിച്ചാണ് അവിടെ മണൽ ഖനനം നടത്തിയത്. അപ്പോൾ മണൽ ഖനനം നടത്തിയ സമയത്ത് ആദ്യഘട്ടത്തിൽ മണ്ണെടുത്തു മാറ്റി അതിൽ വലിയ തോതിൽ കരിമണൽ കിട്ടി ഒരു കാര്യം വന്നു. പിന്നീട് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 2018 മുതൽ ഈ 2025 ഒക്ടോബർ മാസം 30 ഞാനിവിടെ ഇരിക്കുമ്പോഴും അവിടെ ടൺ കണക്കിന് മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ മണ്ണെടുക്കുന്നതിന് അവർ പറയുന്നൊരു പോയിന്റ് ഡിസാസ്റ്റർ പ്രളയ ഉണ്ടാവാതിരിക്കാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. കേരള ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ്. മണ്ണെടുക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞല്ലോ,
KMML എടുത്തുകൊണ്ട് പോകുന്ന മണലിനെ സംബന്ധിച്ച് അവിടെ മണൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. മണൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ടൺ കൊടുക്കുന്നതിന് മുമ്പ് അവിടെ പരിസ്ഥിതി പഠനം നടത്തണം, ആ തീരദേശത്തെ എങ്ങനെ അഫക്റ്റ് ചെയ്യണം എന്ന് പറയുന്നിടത്ത് ഇവർ ഈ കേരള ഗവൺമെൻറ് ഹൈക്കോടതിക്കും എല്ലാം മുമ്പായി കൊടുക്കുന്ന പോയിന്റ് എന്താണെന്നറിയോ? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റാണ്. അവിടെ നിയമങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. ബഹുമാനപ്പെട്ട ഒരു കേരള ഹൈക്കോടതി ജഡ്ജിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ജഡ്ജ്മെൻറ്റ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രളയം ദുരന്തം നടക്കുമ്പോൾ നിയമം നോക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറയുന്ന പൊസിഷൻ. അപ്പോൾ ഈ ഗവൺമെൻറ് അവിടുത്തെ ഒരു പൊസിഷൻ ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആണെന്ന് പറയുന്നതുകൊണ്ട് മാത്രമാണ് അവിടെ പരിസ്ഥിതി ആഘാത പഠനം വേണ്ട, ന്യൂക്ലിയർ എനർജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി വേണ്ട, ഒന്നുമില്ലാതിരിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം അതിൻ്റെ അകത്ത് എനിക്ക്. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഗവൺമെൻറ് ഉയർത്തി. ഇപ്പോൾ അവിടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കാലഘട്ടം കഴിഞ്ഞു, അവിടെ മണ്ണെടുത്ത് മാറ്റി, ഇപ്പം വെള്ളം നന്നായി ഒഴുകിപ്പോവും. ഇനി അവിടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രശ്നം, ഇനി പ്രളയം എന്തെങ്കിലും, ആ പോയിൻ്റ് ഗവൺമെൻറ് ഉയർത്തി എന്നുള്ളതാണ് അനുസ്യൂതം ഖനനം നടത്താൻ ഈ കമ്പനികളുടെ അവിടെ അവർക്ക് സാധ്യമാക്കിയത്. ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞു മാത്യു ഇതൊക്കെ ഒറ്റ മിനിറ്റ് സർ, മാത്യു ഇത് പറഞ്ഞേക്കാം. മാത്യു ഇത് പറഞ്ഞ് മാത്യുവിൻ്റെ കേസിൽ ഇതുണ്ട്. ഞാനത് മാത്യു മാത്രമല്ല കേസ് നടത്തിയത്, മാത്യു ഒരാൾ മാത്രമാണ് കേസിൽ. മാത്യു ഈ കരിമണൽ കേസ് അവിടുത്തെ ഖനനം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് നടത്തിയ അവിടുത്തെ സമിതിയുണ്ട്, സംയുക്ത സമിതി, ഇപ്പോഴും സമരം നടന്നുകൊണ്ടിരിക്കുക. ആ സമിതി ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നമ്മുടെ ജഡ്ജിമാരുടെ ഉത്തരവിനകത്ത് പറഞ്ഞിരിക്കുന്നത് അവർക്കൊന്നും നിയമം കോട്ട് ചെയ്യുന്നില്ല. പറയുന്നത് പ്രളയം നടക്കുമ്പോൾ എന്ത് ചെയ്യും? 2018 മുതൽ 2025 വരെ പ്രളയം എല്ലാ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണോ? ഈ ടൺ കണക്കിന് മണലെടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ ന്യായീകരണം ഇതാണോ? അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു പോളിസിയാണ് കോടാനുകോടി രൂപ ഈ കമ്പനികൾക്ക് അനധികൃതമായ ലാഭം ഉണ്ടായിക്കൊടുത്തത്. ഞാൻ അതിനെയാണ് എതിർക്കുന്നത്. എനിക്ക് അതിനോട് വളരെ കൃത്യമായ വിയോജിപ്പുണ്ട്. കോടതികളിൽ ചെയ്യുന്നത് എല്ലാ ജഡ്ജിമെൻറ്റുകളും ആത്യന്തികമായി ശരിയാണെന്നോ, എല്ലാ ജഡ്ജിമെൻറ്റുകളുടെ പിന്നിലെ ധാർമ്മികത ഭരണഘടനയാണെന്നോ ഞാൻ 100% ഉറച്ചു വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ സംഘപരിവാര കാലത്തും മോഡി കാലത്തും ഈ പുതിയ നീതിയുടെ കാലഘട്ടത്തിലും ജഡ്ജിമാർ രാജിവെച്ചിട്ട് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളുകൾ അടുത്ത ദിവസം പോയി രാജ്യസഭാംഗമാവുകയും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സ്ഥാനാർത്ഥിയാവുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാം നടക്കുന്ന നീതിയുടെ പാതയിലൂടെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നില്ല. എനിക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഞാനതാണ് ചോദിക്കുന്നത്. അതായത് ഒന്ന് മൂന്ന് കോടതികളിൽ ഇപ്പം ലിജു പറഞ്ഞ 3 കോടതികളിൽ കൊണ്ട് ഒരു കഷ്ണം കള്ളാസ് കൊടുക്കാൻ പറ്റില്ല മാത്രം. അതുകൂടെ പറയാം, ഞാൻ ആ ഒരു പോയിന്റ് പറയാം. ഞാൻ ആ കേസിന് ഫോളോ ഇപ്പം നമുക്ക് എപ്പോഴാണ് ഒരു മാത്യുവിൻ്റെ കേസിൻ്റെ പോയിന്റ് എന്താണെന്ന് അറിയാം. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം ഒരു FIR രജിസ്റ്റർ ചെയ്യണം, ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം. എപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഒരു പോലീസ് കേസ് FIR രജിസ്റ്റർ ചെയ്യപ്പെടുക? അങ്ങനെ എപ്പോഴാണ്? പ്രഥമ ദൃഷ്ടിയ ഒരു സംശയങ്ങൾ, അതായത് ഇവിടെ ഒരു മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന ഏജൻസി പറയുന്നത് എന്താണ്? ഇത് അനധികൃതമായ കാര്യം, മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് ഇത് പണം ഞങ്ങൾ അത് കൊടുത്തത് മറ്റു ആനുകൂല്യം ചെയ്തു കൊടുത്തിട്ടാണ്. അപ്പോൾ ഒരാളൊരു സംശയം മുന്നോട്ട് വെക്കുകയാണ്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ പരിധി വരാം, ഇത് ഖനനം നടന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ബെനിഫിഷ്യറുണ്ട്, അവിടെ ആ പ്രദേശത്ത് ഭൂപരിധി നിയമം ബന്ധപ്പെട്ട് കോടിക്കണക്കിന് ഏക്കർ സ്ഥലം ഏറ്റെടുക്കുന്നുണ്ട്, അതിൻ്റെ റെഗുലറൈസ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു FIR രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആദ്യഘട്ടം ആ കേസിൽ മാത്യു പറയുന്നു അതുതന്നെയാണ്. നിങ്ങളൊരു കേസ് രജിസ്റ്റർ, എനിക്ക് ഈ രേഖകളിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നില്ല, ആർക്കും പറ്റില്ല, കാരണം ഇത് രാവണൻ കോട്ടകളാണ് ഇത് മുഴുവൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരു FIR രജിസ്റ്റർ ചെയ്ത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പോയിന്റ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ രേഖകളും കൊടുക്കാനാണെങ്കിൽ പിന്നെ അന്വേഷണത്തിൽ പ്രസക്തി ഇല്ലല്ലോ. കാരണം ഒരു ജഡ്ജ്മെന്റ് അല്ല, നമ്മൾ ഒരു കേസിന് അന്വേഷണം വന്നിട്ട് അതിൻ്റെ മെറിറ്റിൽ ചിന്തിക്കാൻ പറ്റൂ. അപ്പോൾ നിങ്ങളതിനെ മെറിറ്റിൽ പൂർണ്ണമായി എടുക്കേണ്ട, ലഭ്യമായ രേഖകളും സാഹചര്യത്തിലും വെച്ച് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കുക. പക്ഷേ ഇവിടെ കോടതികളുടെ മുമ്പിലുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്, എനിക്ക് ഇതെന്തെന്നറിയാമോ? ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം ഒരു FIR രജിസ്റ്റർ ചെയ്താൽ മുഖ്യമന്ത്രിക്ക് എന്ത് ചെയ്യേണ്ടി വരും? രാജിവെക്കേണ്ടി വരും. അപ്പം രാജിവെക്കേണ്ടി വരും എന്നതുകൊണ്ട് അല്ലല്ല, എല്ലാ മുഖ്യമന്ത്രിമാർക്കും അല്ല, ലെഫ്റ്റനന്റ് മന്ത്രിമാർക്ക് മാത്രമേ രാജിവെക്കുള്ളൂ. രാജൻ കേസിൽ പരാമർശം ഉണ്ടാക്കിയപ്പോൾ K. കരുണാകരൻ രാജിവെച്ചില്ലേ? സാമുവൽ കേസ് നമുക്കറിയാലോ, അദ്ദേഹത്തിന്റെ മാസങ്ങൾ കൊണ്ട് മാത്രം 77 അധികാരത്തിൽ വന്നിരിക്കുന്ന ഒരു ഗവൺമെന്റ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മന്ത്രിസഭയിലെ പല മന്ത്രിമാർക്കെതിരെ FIR ഉണ്ടായിരുന്നു. ആഭ്യന്തര വകുപ്പിനകത്ത് ഞാൻ പറയാൻ ഓർക്കുന്നു, മുഖ്യമന്ത്രിക്കെതിരെ കാര്യങ്ങൾ ഉണ്ടായപ്പോൾ വിജിലൻസുമായി ബന്ധപ്പെട്ട വകുപ്പ് മുഖ്യമന്ത്രി ഒഴിഞ്ഞു. മുഖ്യമന്ത്രി രാജിവെച്ചില്ല, അദ്ദേഹം ആ വകുപ്പ് ഒഴിഞ്ഞു, ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഒഴിഞ്ഞു. K. ബാബുവിനെതിരെ FIR ഉണ്ടായിരുന്നു, ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഒഴിഞ്ഞു.
ഇവിടെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം മുഖ്യമന്ത്രിക്കെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ ഉണ്ടാകാവുന്ന 2 സാഹചര്യങ്ങൾ: ഒന്ന്, മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നേക്കാം. 2 എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന് ഒഴിയേണ്ടി വന്നേക്കാം. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് ഈ ജഡ്ജസ് ഉൾപ്പെടെ അത്തരത്തിലൊരു എക്സ്ട്രീമിൽ എത്തിക്കണമെന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ ഇതാണല്ലോ ഉണ്ടായിട്ടുണ്ടാവാമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോയിന്റ് ഒന്നും അറിയാമോ, നമ്മൾ മെറിറ്റിലല്ല ആ കേസ് ഡിസ്പോസ് ചെയ്യേണ്ടത്. സാഹചര്യങ്ങൾ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിൽ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ കാര്യങ്ങൾ വന്നിരിക്കുന്നു. എന്തിനു വേണ്ടി? ദാനം കൊടുത്തതാണോ? ഇവിടെ ആ കരിമണൽ കമ്പനിയുടെ, ഞാൻ അവരുടെ വ്യവസായത്തെയൊന്നും ഞാൻ ചെയ്യുന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് എതിർപ്പുള്ള പ്രദേശങ്ങളിലെ കാര്യമേ പറയുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഫൈനാൻസിയേഴ്സിൽ, ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾക്ക് 75 ലക്ഷം രൂപയുടെ ലോൺ കിട്ടുകയാണ്. ഇതെനിക്ക് കിട്ടുമോ? ഞാനിക്ക് ഒത്തിരി കടമുള്ള ആളാണ്. ഞാൻ ചോദിക്കാം, എനിക്കൊരു ചെറിയ സഹായം തരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇവിടുത്തെ ആ കമ്പനി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാരടക്കം എന്റെ പാർട്ടി നേതാക്കന്മാരെ ഒന്നും ഞാൻ പൂർണ്ണമായി ന്യായീകരിച്ചില്ലല്ലോ. കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരെ ഉള്ളു കഴിഞ്ഞു നോക്കാൻ എനിക്ക് പറ്റുമോ? ഒരു ഇഷ്യൂ വരുന്നിടത്തല്ലേ എനിക്ക് പറയാൻ പറ്റൂ. മുഖ്യമന്ത്രിയുടെ മകൾക്ക് കോടിക്കണക്കിന് രൂപ കിട്ടുന്നു, അവരുടെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് പണം കിട്ടുന്നു. അപ്പോൾ എന്തിനു വേണ്ടി ഈ പണം കിട്ടുന്നു എന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾ അന്വേഷിച്ചിട്ട് പറയാം. ഇതിന്റെ സർക്കാരിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല, നിങ്ങൾ അന്വേഷിക്കാൻ കൂടി ചെയ്തോ. പക്ഷേ ഇത് എന്തിനെന്നുള്ള ചോദ്യം ഇവിടെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ചോദ്യം ഉന്നയിച്ച കുട്ടിയെ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് അടിച്ച് പുറത്തിറക്കിയോ? ചോദ്യം അവിടെ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ കോടതി വിധിയിൽ എവിടെയെങ്കിലും, ഞാൻ ശ്രീ കുഴൽനാടനുമായിട്ടൊരു വേറൊരു ടെലിവിഷൻ പരിപാടിയിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെയും പൊസിഷൻ അതായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കഷ്ണം കടലാസ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അദ്ദേഹത്തോട് ചോദിക്കുകയും ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഹർജി ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞത് ഞാൻ കുറേ പേപ്പറുകളിലൂടെ കടന്നുപോയതാണ്. അപ്പം അവർക്ക് അവൈലബിൾ ആവാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവിടെ ഒന്നും അല്ല, അതെല്ലാം തന്നെ അവർക്ക് വേണമെങ്കിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു വിധി വന്നു, ഭൂപരിധി നിയമത്തിനെ റദ്ദാക്കിക്കൊണ്ട് ഉത്തരവ് വരുന്നു, അത് അന്തിമ ഉത്തരവ് വരുന്നു, വീണ്ടും മുഖ്യമന്ത്രി പറയുന്നു ഒന്നുകൂടെ പരിഗണിക്കാൻ പറയുന്നു. സാഹചര്യങ്ങൾ വരുമ്പോൾ, അങ്ങനെ പല പല സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അത് പ്രശ്നമാകുമെന്ന് തോന്നുമ്പോഴത്തേക്ക് റദ്ദാക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അൾട്ടിമേറ്റായി ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാൻ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. പക്ഷെ അതിനുള്ള ശ്രമങ്ങൾ നമുക്ക് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, അതിനപ്പുറത്ത് മാത്യു പറയാൻ ശ്രമിച്ച ഭൂപരിധി നിയമത്തിനപ്പുറത്ത് എൻ്റെ യഥാർത്ഥ പ്രശ്നം, ഞാൻ അതിനെ ആ വിഷയത്തിൽ കണ്ടത്, ഇപ്പുറത്ത് നടക്കുന്ന ഖനനത്തിന് വേണ്ടി അതിന് ലെജിറ്റമസി ഉണ്ടാക്കാൻ അതൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന സർക്കാർ പൊസിഷനുണ്ട്. ആ 8 വർഷക്കാലമായി അവിടെ തുടർച്ചയായി 1000 ലക്ഷക്കണക്കിന് ടൺ മണൽ എടുത്തുകൊണ്ട് പോകുന്നത് പ്രളയം ഒഴിവാക്കാനാണ് എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം ഇസ് ക്വസ്റ്റ്യനബിൾ. ഒരിക്കലും അതിന് ഏത് കോടതി, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയല്ലോ, എനിക്ക് ഇനി ഏത് കോടതി പറഞ്ഞാലും ആ പ്രദേശത്തിൻ്റെ സുരക്ഷിതത്വത്തോട് കൺസേൺ ഉള്ള ഒരാളെന്ന നിലയിൽ എനിക്കിതിനോട് യോജിക്കാൻ സാധിക്കില്ല. ഇവിടുത്തെ ജഡ്ജിമാരുൾപ്പെടെ ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, മറ്റേ സ്മൃതികൾ ഉന്നയിച്ചിട്ടല്ല ജഡ്ജ്മെൻ്റ് എടുക്കേണ്ടത്. നാട്ടിൽ നിലനിൽക്കുന്ന മൈനിങ് റൂൾസും മനസ്സിലാക്കണം. ജഡ്ജ്മെൻറ്റ്, ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റ് വായിച്ച് നോക്കി അതിനകത്ത് എഴുതിയേക്കുന്ന മുഴുവൻ ഇപ്പോഴത്തെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ യാജ്ഞവൽക്യ സ്മൃതിയും മനുസ്മൃതിയൊക്കെ NEPയുടെ ആമുഖത്ത് എഴുതി വെച്ചേക്കുന്നത് പോലാണ് പല ജഡ്ജിമാരും ഇപ്പോൾ ജഡ്ജ്മെൻറ്റ് എഴുതുന്നത്. ഇതിനകത്ത് സംസ്കൃത ശ്ലോകം ഉൾപ്പെടുത്തി പ്രളയം വരുമ്പം ഉള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. അവർ നോക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ മൈനിങ് നിയമങ്ങളും പരിസ്ഥിതി നിയമങ്ങളുമാണ് അവർ പഠിക്കേണ്ടതും കോട്ടയുണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എനിക്ക് എൻ്റെ അത് പറയുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. 2 കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. ഒന്ന്, ഇപ്പോൾ 2 ടേം വരുന്ന ഒരു സർക്കാരിനെതിരെ ന്യായമായിട്ടൊരു ആൻറ്റി ഇൻകുംബൻസി ഒരു ഫീലിംഗ് മനുഷ്യർക്കുണ്ടാകും. ഇപ്പോൾ കേരളത്തിലെ മനുഷ്യരുടെ പവർ കട്ട് എന്താണെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം 10 വർഷമായിട്ട് അവർക്ക് പവർ കട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പം പക്ഷേ അതിനെ മറികടക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെ നിങ്ങളെങ്ങനെ മറികടക്കുമോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം തിയററ്റിക്കലാണ്. നിങ്ങളുടെ ആക്രമണം നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ പിണറായി വിജയൻ CPMൻ്റെ ഒരേ ഒരാളാണ് എന്ന് തന്നെ അംഗീകരിക്കുന്നു. അദ്ദേഹം മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആർഗ്യുമെൻറ്റുകൾ എവിടെ പോയി നിൽക്കും? ഈ കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിൻ്റെ ഭരണം കേരളത്തിൽ ഈ ഇച്ചിരി പോയിൻ്റ് ഔട്ട് ചെയ്യാവുന്ന നിരവധി കാര്യങ്ങളുണ്ടെങ്കിലും അതിനപ്പുറത്ത് ഒരു വളരെ ജനങ്ങൾക്കിടയിൽ ഒരു വളരെ നിഷേധാത്മകമായ, അല്ലെങ്കിൽ ഈ ഭരണത്തോട് നിഷേധാത്മകമായ സമീപനം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു വികാരം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു പൊതു അറ്റ്മോസ്ഫിയർ, നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയുടെ ഒരു സ്വാധീനം, CPM കാരനാണെങ്കിൽ എന്ത് അധാർമിക പ്രവൃത്തിയും ചെയ്യാം എന്ന തരത്തിലൊരു കാഴ്ചപ്പാട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു പോയിന്റ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് ജനങ്ങൾക്കും അങ്ങനെ ഒരു താല്പര്യമുണ്ട്. പരീക്ഷ എഴുതുമ്പോൾ പിൻവാതിൽ നിയമനങ്ങളിൽ, അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദേവസ്വം ബോർഡിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ, അപ്പോൾ അധാർമിക പ്രവർത്തനങ്ങളുടെ ഒരു ലൈസൻസായി
CPM ലൈസൻസ് നൽകുന്ന ഒരു സ്ഥാപനമായി CPM ഭരണം മാറി. അത് പിണറായി വിജയനുള്ള വ്യക്തി മാത്രമുള്ളല്ലോ വിഷയം. ആ ഒരു ബംഗാളിലൊക്കെ സംഭവിച്ചതുപോലെ പാർട്ടിയും ഈ ഭരണവും എന്താ അധാർമ്മ്യ പ്രവർത്തനങ്ങളുടെ ഒരു ലൈസൻസായി ഇവർ മാറിയെങ്കിൽ മാത്രമേ കേരളത്തിന് ഇനി മുന്നോട്ട് വരാൻ പറ്റുകയുള്ളൂ എന്നൊരു പൊതുചിന്ത ഉണ്ടാക്കിയിട്ടുണ്ട്. അത് CPM പ്രവർത്തകർക്കിടയിൽ തന്നെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മൾ പല CPM പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഇത് പാർട്ടിയെ ഇവർ നശിപ്പിച്ചു, വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് ഇനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രതിപക്ഷത്തിരുന്നെങ്കിൽ മാത്രമേ ഇനി ഞങ്ങളുടെ പാർട്ടി രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറയുന്ന നിരവധി പേരെ എനിക്കറിയാം. അതാണ്. അപ്പം നാളെ ഇപ്പോൾ പെൻഷൻ ഇപ്പം 300 രൂപ 400 രൂപ വർദ്ധിപ്പിച്ചതുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് സോപ്സ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇനിയുള്ള 5-6 മാസം കൊണ്ട് ചെയ്യാവുന്ന എന്ത് കാര്യങ്ങൾ കൊണ്ടോ ഈ ഒരു ജനറൽ ഫീലിങ്ങിനെ അതിജീവിക്കാൻ, ഈ പൊളിറ്റിക്കൽ മൊറാലിറ്റിയെ നഷ്ടപ്പെടുത്തിയ ഈ ഒരു ഫീലിങ്ങിനെ വീണ്ടെടുക്കാൻ ഇവർക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. 10 വർഷം കൊണ്ട് ദീർഘകാലാവധി കൊണ്ട് ഇവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അത് കേരളത്തിൻ്റെ പൊതുവികസനത്തിൻ്റെ കാര്യത്തിലും എല്ലാം ചെയ്യാമായിരുന്നു. അതിലൊക്കെ ഒത്തിരി പരാജയങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അഴിമതിയുടെ, അധാർമികതയുടെ ഈ പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ ഒരു പാട്രണേജ്, എന്തിനും കൊടുക്കുന്ന ഒരു പാട്രണേജ്, ഇപ്പോൾ തന്നെ TP വധക്കേസിലെ പ്രതികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ജനമനസ്സുകൾ ഉണ്ടാക്കുന്ന ഫീലിംഗ് ഞാൻ പറഞ്ഞത്. അതാണ് നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്. അതിനെ അതിജീവിക്കാൻ അവർക്ക് കഴിയില്ല. ഇപ്പൊ ഇത്ര നടപടികൾ കൊണ്ട് അതിനെ അതിജീവിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, പിണറായി വിജയൻ ഈ കൾച്ചറിനെ റെപ്രസെന്റ് ചെയ്ത ആളാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ സംസ്കാരത്തെ റെപ്രസെന്റ് ചെയ്ത ആളും പിന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കോൺട്രിബ്യൂഷനും അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടിയാണ് ഈ RSS BJP ആയിട്ടുള്ള സഖ്യം ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾ കരുതുന്നത്. അത് ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ വിഷയമാണ്. നാളെ പിണറായി വിജയൻ മാറിയാലും ഈ വിഷയങ്ങൾ അതേവിടെ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം കൊണ്ടുവന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം കൊണ്ടുവന്ന ആ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം നാളെ മുഖം മാറിയതുകൊണ്ട് അതെന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. ജനം ആഗ്രഹിക്കുന്നത് ഈ 10 വർഷക്കാലത്തെ ഭരണ തുടർച്ചയ്ക്ക് അവസാനം ഉണ്ടാകണം, CPM മാറണം, ഇവിടെ പുതിയൊരു രാഷ്ട്രീയ സംസ്കാരം ഇവിടെ പരീക്ഷിക്കപ്പെടണം. CPM തകർന്നു പോകണമെന്നല്ല കേട്ടോ, ഞാൻ അതൊന്നും ആഗ്രഹിക്കുന്ന ആളുകളല്ല. പക്ഷേ ഇതൊരു മാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ കേരളത്തിന് ഗുണകരമാവുകയുള്ളൂ ചിന്തിക്കുന്നതുകൊണ്ട് പിണറായി മാറിയതുകൊണ്ട് കേരളത്തിൽ CPMന് അതൊരു തിരിച്ചുവരവാവില്ല. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, അത് ലിജുവിനെ പോലെ ഒരു പൊളിറ്റീഷ്യനോട് എങ്ങനെ പറയുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. നിങ്ങൾ CPMൻ്റെ രാഷ്ട്രീയ സംസ്കാരം മാറണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ നിങ്ങൾ മാറ്റിയിട്ടുണ്ട്. അതിന് ചില കാരണങ്ങളുണ്ട്. അത് ഏതെങ്കിലും വിധത്തിൽ ഈ CPMനെ മാറ്റി നിങ്ങൾ പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഏതെങ്കിലും റിഫ്ലക്ഷൻ ആണോ? കോൺഗ്രസിന് എന്തുകൊണ്ടാണ് അത്തരം തീരുമാനത്തിലേക്ക് പോകുക? എങ്ങനെയാണ് അത്തരം നിങ്ങൾക്ക് തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരാൾ ഇത്രയും പ്രധാനപ്പെട്ട പൊസിഷനിൽ വന്നത്? ഇത് മനുഷ്യർ ചോദിക്കില്ലേ? അതായത് പിണറായി വിജയൻ്റെയും CPMൻ്റെയും ഞാൻ അംഗീകരിക്കുന്നു, ചിലപ്പോൾ മനുഷ്യർക്ക് അങ്ങനെ തോന്നലുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അവിടെ പ്രതിഷ്ഠിക്കാനുള്ളത് ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയമാണ് എങ്കിൽ അത് തുലനം ചെയ്ത് നോക്കില്ലേ? അല്ല, ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്നും നടപടി എടുത്തു, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിൽ നിന്നും മാറ്റി. അതിന് ഐക്യകണ്ഠേനയുള്ള തീരുമാനമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന് ഉയർന്നു വന്ന ആരോപണങ്ങളെ സംബന്ധിക്കുന്ന പാർട്ടി വിലയിരുത്തിയപ്പോൾ അത് ഗുണകരമല്ലാത്ത കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ വിഷയത്തിൽ ഞങ്ങളുടെ മെസ്സേജ് വളരെ കൃത്യമാണ്. ഞങ്ങൾ ഒരു തരത്തിലും അത്തരത്തിൽ സംരക്ഷണത്തിനില്ല. ഞങ്ങളതിന് പ്രത്യേക കമ്മീഷൻ വെച്ചിട്ട് അന്വേഷിക്കാനോ ഒന്നും ഞങ്ങൾ പോയില്ല. ഞാനതിനൊരു കൗണ്ടർ പറയുകയാണെന്ന് കരുതരുത്. ആരോപണങ്ങൾ വരുന്നുമ്പോൾ അതിനൊരു കമ്മിറ്റി വെച്ച് അന്വേഷിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അതേ ആളുകളെ വീണ്ടും സ്ഥാനത്ത് കൊണ്ടുവരിക ഒന്നും ഞങ്ങൾ ചെയ്തില്ലല്ലോ. ഞങ്ങൾക്ക് ഒരു പാർട്ടി എന്നതിൽ ചെയ്യാവുന്ന കൃത്യമായ കാര്യങ്ങൾ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹം വഹിച്ചിരുന്ന പൊളിറ്റിക്കൽ പോസ്റ്റിൽ നിന്നും മാറ്റി നിർത്തി. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ സംരക്ഷണത്തിനോ അദ്ദേഹത്തിന് വേണ്ടി ചർച്ചയിൽ പങ്കെടുക്കാനോ അദ്ദേഹത്തിന് ന്യായീകരണം നിരക്കാനോ ആരുമില്ല. അദ്ദേഹം ഒരു ജനപ്രതിനിധി, ജനം തിരഞ്ഞെടുത്ത കാര്യത്തിൽ ഇനിയിപ്പം കാലാവധി കഴിയുന്നവരെ. പക്ഷേ അതല്ലാതെ രാഷ്ട്രീയ സംരക്ഷണത്തായി രംഗത്തിറങ്ങിയെന്ന് ഞാൻ കരുതുന്നില്ല. പാർട്ടിയുടെ ഐക്യം കണ്ടതിനുള്ള തീരുമാനമായിരുന്നു ആ ഒരു നടപടി. BJPയുടെ വോട്ട് കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊന്ന്, കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് വളർന്നു വരുന്ന അതിഭീകരമായ മുസ്ലിം വിരുദ്ധത, അതുണ്ടാക്കുന്ന വർഗീയത, അതിനെ കോൺഗ്രസ് കണ്ടിട്ടുണ്ടോ? എൻ്റെ ഒരു ഒബ്സർവേഷനാണ്. അത് നിങ്ങളെങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാൻ കാണുന്നത് മുസ്ലിം വിരുദ്ധത, മുസ്ലിം ഹെയ്റ്റ് ആയിട്ട്, അത് വെറുപ്പായിട്ട് മാറുന്ന ഒരു ഫിനോമിനൺ ഉള്ളതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.
അതൊരു ആസൂത്രിതമായ പ്രോജക്റ്റായി തന്നെ എനിക്ക് ഫീൽ ചെയ്യും. എനിക്ക് കോൺഗ്രസും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാണ് എനിക്ക് കരുതുന്നത്. അതൊരു ക്രിസ്ത്യൻ, നേരത്തെ അതൊരു ഹിന്ദു വേഴ്സസ് മൈനോറിറ്റി എന്നുള്ള ലൈനായിരുന്നു അവർ എടുത്തിരുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള നറേറ്റീവ്സ് ആണല്ലോ ഉണ്ടാക്കി അവർ അത്ര ഒരു ബേസ് ഉണ്ടാക്കിയെടുത്തു. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ അവരിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം അപരവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെയും മുസ്ലിം കമ്മ്യൂണിറ്റിയും ഒരുപോലെ നിർത്തിക്കൊണ്ടാണ്. ചിലയിടത്ത് ദളിതുണ്ട്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ദളിത് മൈനോറിറ്റി, ഈ രണ്ട് വിഭാഗങ്ങളെ എതിർപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു മൊബിലൈസേഷനാണ്, അപരവൽക്കരണമാണ് സംഘപരിവാര രാഷ്ട്രീയത്തിൻ്റെ കോർ ഐഡിയോളജി. മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ ഈ രണ്ട്, ഇപ്പോൾ കർണാടകത്തിൽ അവർ ക്രിസ്ത്യൻ മിഷണറിമാരെ ആക്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അടുത്തിടെ ഒറീസയിൽ പോയിരുന്നു. ഒറീസയിൽ ഞാൻ 10 ദിവസത്തോളം ഒറീസയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം തന്നെ ക്രിസ്ത്യൻ മിഷണറിമാരെയാണ് അവർ ഗ്രാമങ്ങളിൽ എതിർപക്ഷത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നത്, മൊബിലൈസേഷന് വേണ്ടി. അവരെ ആക്രമിക്കുക, അവരെ ഇത് ചെയ്യുക, എന്നിട്ട് ക്രിസ്ത്യൻ മിഷണറീസിനെ കൊണ്ടുവന്ന് കോൺഗ്രസ് ആണെന്ന് പറയുക, അവരെ ആരാധനയെല്ലാം ആക്രമിക്കുന്ന ഒരു ലൈൻ. മുസ്ലിം പുരോഗതി പ്രദേശം മുസ്ലിങ്ങളെ ആക്രമിക്കും. ക്രിസ്ത്യൻസ് ഒരു ടാർഗറ്റാണ് അവിടെ. കേരളത്തിൽ അവർ നോക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു ജനസംഖ്യാപരമായ സാന്നിധ്യം വെച്ച് ഒരു 49% ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റീസ് ഉള്ള സാഹചര്യത്തിൽ മുസ്ലിം രണ്ട് പക്ഷത്തെയും കൂടി എതിർപക്ഷത്ത് നിർത്തിയാൽ അവരൊരു അധികാരത്തെത്താനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അവർ ഗോവയിലെ തന്ത്രമാണ് അവിടെ ആവശ്യം. ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും കൂടെ എന്ത് ചെയ്യണം, കൂടെ നിർത്തണം. അപ്പോൾ ഇവർ സംഘപരിവാറിൻ്റെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടല്ല അവരുടെ പദ്ധതിയിൽ, അവരൊരു ലോങ് ടേം പ്രോസസ്സാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഛത്തീസ്ഗഡിലാവട്ടെ, ഈ ഒറീസയിലാവട്ടെ, അവിടെ ഈ വനവാസി കല്യാണം എന്ന രീതിയിൽ ആദിവാസി മേഖലകളിൽ ആദ്യം ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെയുള്ള വലിയ ക്യാമ്പയിനും സ്കൂളുകളും വെച്ചിട്ടാണ് അവരവിടെ ആ മേഖലകളിൽ സ്വാധീനം ഉറപ്പിച്ചു വരുന്നത്. എന്ന് പറയുന്ന പോലെ ഇവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ മുസ്ലിം സമുദായവുമായിട്ട് എതിർപ്പിക്കാൻ വേണ്ടി അവർ അന്നും നേരത്തെ ദീർഘകാല പ്രോജക്റ്റാണ്. അവരതിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്, സംഘടനകളുടെ രൂപീകരണമുണ്ട്, അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഉള്ള ലേഖനങ്ങളും പ്രചരണ മാധ്യമങ്ങളും ഉണ്ട്. പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോജക്റ്റിനെ കൃത്യമായി മനസ്സിലാക്കി പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്, മത നേതൃത്വങ്ങൾക്കുമുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുമുണ്ട്. അത് നമ്മൾ എക്സ്പോസ് ചെയ്യണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം, തുടർച്ചയായി നിങ്ങളുടെ ടാർഗറ്റ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ അവിടെ മത നേതൃത്വവും ആ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ഈ വന്നിരിക്കുന്ന ആളുകളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതസംരക്ഷണമോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആളുകളെ ഉയർത്താനല്ലല്ലോ. പക്ഷെ കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് പലപ്പോഴും അങ്ങനെ ഒരു നിലപാടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇടക്കാലത്തൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ ചിലരെയൊക്കെ തന്നെ അത്തരത്തിൽ സ്വാധീനിക്കപ്പെടാൻ കഴിഞ്ഞെങ്കിലും അല്ലെങ്കിൽ അവർക്ക് പോലും പിന്നെ അത് കൃത്യമായി മനസ്സിലാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ രാജ്യത്തുണ്ടാവുമല്ലേ. ഇവിടെ മുനമ്പത്ത് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒറീസയിൽ ആലപ്പുഴ അവിടുത്തെ ക്രിസ്ത്യൻ സന്യാസിനിമാരെ മുഴുവൻ ആക്രമിക്കുകയും ഭീകരമായി ഛത്തീസ്ഗഡിൽ നടന്നു, എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മത നേതൃത്വം അത് മനസ്സിലാക്കിയേ പറ്റൂ. കാരണം ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്ന ഒരു സമൂഹം നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. BJPയുടെ ആ ഒരു അജണ്ടയെ 99% ആളുകൾക്കും കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മത നേതൃത്വവും അത് മനസ്സിലാക്കിയിട്ടുണ്ട്, മുസ്ലിം മത നേതൃത്വവും കൃത്യമായി അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഓരോ രണ്ടു കൂട്ടരും തമ്മിലുള്ള ഡയലോഗ്സും വർദ്ധിപ്പിക്കണം. ചോദ്യം എൻ്റെ അടുത്തുണ്ട്. പക്ഷേ കോൺഗ്രസ് ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഈ വിഷയത്തെ എങ്ങനെയാണ് ഞങ്ങൾ കൃത്യമായി അത്തരം ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ തന്നെ വഖഫുമായി ബന്ധപ്പെട്ട് മുനമ്പത്തുണ്ടാക്കാൻ ശ്രമിച്ച പ്രശ്നങ്ങൾ ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി നിന്ന് കൃത്യമായി പൊസിഷൻ എടുത്താണ് ആ വിഷയത്തിൽ ഇടപെട്ടത്. ഐക്യജനാധിപത്യ PK കുഞ്ഞാലിക്കുട്ടി തന്നെ അവരുടെ നേതൃത്വത്തിൽ UDF സംഘം വന്ന് ക്രിസ്ത്യൻ മത നേതൃത്വവുമായി സംസാരിക്കുകയുണ്ടായി. അപ്പം ഞങ്ങൾ ഡയലോഗ്സിലൂടെ ഇവരുടെ അജണ്ട മനസ്സിലാക്കാൻ വേണ്ടി കൃത്യമായി അത് ബോധ്യപ്പെടുത്തൽ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, വ്യാപകമായ പ്രചരണങ്ങളും നടത്തുന്നുണ്ട്. കൃത്യമായി തന്നെ അത് ആ ലീഡർഷിപ്പോട്ട് അത്തരത്തിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ കണ്ട വേറൊരു കാര്യം, സാധാരണഗതിയിൽ കേരളത്തിലെ ലോകത്തിലെ എവിടെ ഇസ്ലാമിസ്റ്റ് ഭീകരന്മാർ എന്തെങ്കിലും ചെയ്താൽ അതിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയുണ്ട്. അതേസമയം കേരളത്തിലെ മുസ്ലിങ്ങളിൽ എത്രത്തോളം ധ്രുവീകരണ ശ്രമം നടത്തിയിട്ടും, ഇപ്പം നമ്മൾ ജമാഅത്തെ ഇസ്ലാമി എത്രയോ വർഷം, അവർ 75 വർഷത്തിലധികത്തോളമായി അവർ കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്, ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്, മദനയുടെ നേതൃത്വത്തിൽ വലിയ തോതിലുണ്ടായി, പിന്നെ SDPI ഉണ്ടായി. ഇവരൊക്കെ ഒരു മതനിരപേക്ഷ രാഷ്ട്രീയത്തിനെതിരെ വർത്തമാനം പറഞ്ഞിട്ടും എൻ്റെ ഒരു മനസ്സിലാക്കലനുസരിച്ച് 90% മനുഷ്യരും കേരളത്തിലെ മുസ്ലിം സമുദായം ഇപ്പോഴും അവരുടെ പരമ്പരാഗത വിശ്വാസങ്ങളിലും മതനിരപേക്ഷതയിലും ഉറച്ചു നിൽക്കുന്ന മനുഷ്യരാണ്. അതിൽ ഒരു വലിയ റെപ്രസെൻറ്റേഷൻ മുസ്ലിം ലീഗിനും ഉണ്ട്, ഈ മതനിരപേക്ഷ മനുഷ്യരുടെ റെപ്രസെൻറ്റേഷൻ. പക്ഷേ ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ കാണുന്നത് ഈ മുസ്ലിം രാഷ്ട്രീയത്തെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന വലിയ ശ്രമം
അത് ഒന്നുകിൽ കോൺഗ്രസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, അതല്ലെങ്കിൽ കോൺഗ്രസ് അതിനെ മനസ്സിലാക്കാതെ പോകുന്നു. അത് എൻ്റെ ഒരു ഒബ്സർവേഷനാണ്. ഇപ്പോൾ ശ്രീ വി ഡി സതീശൻ പറയുകയാണ് അവർ മാറിയിരിക്കുന്നു, അത് ജമാഅത്തെ ഇസ്ലാമി മാറിയിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള പ്രാഥമികമായ ധാരണയുള്ള ഒരാൾ പറയുന്ന ഒരു കാര്യമല്ല ജമാഅത്തെ ഇസ്ലാമി മാറും എന്നുള്ളത്. ജമാഅത്തെ ഇസ്ലാമി മാറില്ല. അപ്പം കോൺഗ്രസ് ഈ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ ഇടയിൽ നടക്കുന്ന ഈ ധ്രുവീകരണത്തിൽ എങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണുന്നത്? ഈ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിൻ്റെ അജണ്ട നിശ്ചയിക്കുന്നു എന്നുള്ള വിമർശനം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഞങ്ങളങ്ങനെ അത്തരത്തിൽ അതിനെ കാണുന്നില്ല. കാരണം മുസ്ലിം ലീഗിന് അവരുടേതായ, നമുക്കറിയാം, പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ളൊരു പ്രസ്ഥാനമാണ്. കേരളത്തിലെ മതേതര ചേരിയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ പ്രസ്ഥാനമാണത്. തർക്കമില്ല. കാരണം ബാബറി മസ്ജിദിൻ്റെ തകർച്ചയൊക്കെ ഉണ്ടാക്കിയ വൈകാരികമായ പശ്ചാത്തലത്തിൽ പോലും, സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും സമചിത്തതയുള്ള നിലപാടുകളെടുത്ത് മദനിയുടെ, ആ കാലത്തിലെയാണ് അബ്ദുള്ള അസർ മദനി, നമുക്കറിയാം, ഗുരുവായൂരിലും തിരൂരങ്ങാടിയിലൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ 10,000-കണക്കിന് വോട്ടുകൾ ലീഗ് ശക്തി കേന്ദ്രങ്ങളിൽ ലീഗിനെ വെല്ലുവിളിക്കുന്ന ഒരു രാഷ്ട്രീയമായിരുന്നു അന്ന് മദനിയുടെ ഉണ്ടായത്. പക്ഷേ അപ്പോഴും അവരെ ഇവർ വന്നതുകൊണ്ട് ഇവർ പാനിക്കായിട്ട് അവരെ ഒരിക്കലും മാറ്റിയിട്ടില്ല. ഒരിക്കലും ആയിരുന്നില്ല എന്നുള്ള അവരുടെ പൊസിഷൻ അതായിരുന്നു. ഇവിടെ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെ സംബന്ധിക്കുന്ന വലിയ വാചാടോപങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് CPM സർക്കിൾസിൽ നിന്നാണ്. എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം, അവരെന്നും കേരളത്തിലുണ്ടായിരുന്നു. അവർ സ്പേസ് അവരുടേതായ ഒരു ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ രാഷ്ട്രീയം ഒരു വർഷങ്ങളായി പറയുന്നുണ്ട്. അവർ മാധ്യമങ്ങളിലൂടെ അവരുടേതായ ചാനലിലെ പത്രം വാരികയിലൂടെ അവരുടെ രാഷ്ട്രീയം പറയുന്നുണ്ട്. കേരളത്തിലെ നിരവധി മനുഷ്യർ അവരോടൊപ്പം നിന്ന് സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത്, ഇവരെ സംബന്ധിച്ച് ഇവരുടെ രാഷ്ട്രീയത്തെ പരസ്യമായി ദേശാഭിമാനി മുഖപ്രസംഗങ്ങൾ വരെ ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നു, ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിൽ ജമാഅത്തെ ഇസ്ലാമി LDFനെ പിന്തുണയ്ക്കാനെടുത്ത നിലപാടിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ദേശാഭിമാനി എഡിറ്റോറിയൽ വരെ ഉണ്ടായിട്ടുണ്ട്. നിരവധി തെരഞ്ഞെടുപ്പ് 90കളിലും എനിക്ക് തോന്നുന്നു 2000-ന്റെ തുടക്കം വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അവരുടെ പരസ്യ പിന്തുണ LDFനായിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവരുടെ പരസ്യ പിന്തുണ LDFന്. എനിക്കറിയാം, 2016 ആയപ്പോഴത്തേക്കും അവർ 2016 ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ ആയിരിക്കാം. എനിക്കറിയാവുന്ന വ്യക്തിപരമായ അനുഭവങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം. തീരുമാനങ്ങൾ അനുകൂലമായിരുന്നു. അപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ച യഥാർത്ഥത്തിൽ ഈ CPMന് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തോട് ഇവർ പുലർത്തുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഇത് എന്ത് കാരണങ്ങളുണ്ട് ഇവർ തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ഊഷ്മളമല്ല. പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു CPM കൂടുതൽ RSS ബന്ധം, അല്ലെങ്കിൽ സംഘപരിവാരവുമായി ഇവർ പുലർത്തുന്നൊരു ബന്ധത്തോട് ഇപ്പുറത്തുണ്ടാകുന്നൊരു വിയോജിപ്പ് കാരണമായിരിക്കും അവർ മാറി നിൽക്കുന്നത്. അത് കാരണം ഇതാണ് ലീഗിനെയും കോൺഗ്രസിനെയും ജമാഅത്തെ ഇസ്ലാമി സ്വാധീനിക്കുന്നൊരു പ്രചരണം ഇപ്പോൾ ഉയർത്തുന്നത്. അതൊരു CPM അജണ്ടയാണെന്നാണ്. ഞങ്ങൾക്ക് ഇവരുടെ അജണ്ടയൊന്നും ആവശ്യമില്ല. ലീഗിന് ലീഗിൻ്റേതായ പാരമ്പര്യമുണ്ട്, അവർക്കൊരു പ്രത്യയശാസ്ത്രമുണ്ട്. മുസ്ലിം പൊളിറ്റിക്സിൽ അവർ പുലർത്തുന്ന കൃത്യമായ സംയമനയും സമചിത്തതയുമുണ്ട്. എത്ര വൈകാര്യത ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അത് നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എല്ലാ പ്രസ്ഥാനങ്ങളോടും, വർഗീയ പ്രസ്ഥാനങ്ങളോടും ഞങ്ങൾക്ക് പുലർത്തുന്ന ഒരു കൃത്യമായ നിലപാടുണ്ട്. ഞങ്ങൾക്ക് അതിനകത്ത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ശബ്ദഘോഷങ്ങൾ CPM വളരെ ആസൂത്രിതമായി പണ്ട് 87-ൽ EMS നമ്പൂതിരിപ്പാട് കേരളത്തിൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ച അന്നത്തെ ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയുണ്ട്. അതിലേക്കാണ് വീണ്ടും CPM എത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം അയ്യപ്പ സംഗമത്തിൽ വായിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് PMC പദ്ധതിയെ പരസ്യമായി ഇവർ അനുകൂലിക്കുന്നത്. അതുകൊണ്ടാണ് പിണറായി വിജയൻ്റെ സന്ദർശനങ്ങൾ, അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കൊപ്പമുള്ള മുഖ്യമന്ത്രിക്കപ്പുറത്തുള്ള സന്ദർശനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റാലിൻ പുലർത്തുന്ന പ്രതിരോധം ഇവിടെ കാണാൻ സാധിക്കാത്തതിൻ്റെ കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയാണ്. വർഷങ്ങൾക്ക് മുമ്പ് EMS നമ്പൂതിരിപ്പാട് പരീക്ഷിച്ച് അന്നത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമായ ഫോർമുല ആവർത്തിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. എനിക്ക് CPM നേതാക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ 2026 കേരളത്തിൽ അധികാരത്തിൽ നിന്ന് പോയതുകൊണ്ട് നിങ്ങളുടെ പാർട്ടിക്കൊന്നും സംഭവിക്കില്ല. നിങ്ങളിപ്പോൾ നടത്തുന്ന PMശ്രീയിലൂടെയും യോഗി ആദിത്യനാഥിൻ്റെ പരസ്യ പ്രസ്താവനയിലൂടെ വായിക്കുന്നതിലൂടെയും നിങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന ഈ സംഘപരിവാർ ബാന്ധവം നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ അന്ത്യം കുറിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഭരണം എന്നുള്ളത് ആത്യന്തിക ലക്ഷ്യമായി ഉള്ള അജണ്ട നിങ്ങൾ വിടുക. നിങ്ങൾ കോൺഗ്രസിനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കേണ്ട. ഞങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ അജണ്ട അറിയാം. എനിക്കിനി വരേണ്ടത് ശ്രീ ലിജു എന്നുള്ള കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻറ്റിനെ കുറിച്ചാണ്. KPCC വൈസ് പ്രസിഡൻ്റാണ്. നിങ്ങളുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഒന്ന് ചെറുതായിട്ട് പറയാം. ഞാൻ ചെറുപ്പം മുതൽ തന്നെ രാഷ്ട്രീയത്തോട് ഇഷ്ടമുള്ള ആളാണ്. ഞാൻ വീട്ടിൽ കോൺഗ്രസ് പശ്ചാത്തലമുള്ള കുടുംബമാണ്. ഞാൻ കോൺഗ്രസ്സുകാരാണ്. ഓക്കെ. ചെറുപ്പം മുതൽ തന്നെ വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുന്ന ചിത്രങ്ങൾ
ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയൊക്കെ ചിത്രങ്ങൾ തന്നെ ആ വീട്ടിൽ വെച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തോടൊരു താല്പര്യം ചെറുപ്പം മുതലേ ഉണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ ഇത് ആരംഭിക്കുന്നത് ഞാൻ നാട്ടിലെ സ്കൂളിലാണ് പഠിച്ചത്, കാർത്തിപ്പള്ളി സെൻറ് തോമസ് എന്ന് പറയുന്ന സ്കൂളിൽ. അവിടെ 5ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നമ്മുടെ KSU സ്കൂൾ രാഷ്ട്രീയമുള്ള സമയമാണ്. അപ്പോൾ കോൺഗ്രസ് ആയിട്ട് മനസ്സിൽ ഞാൻ ചെറുപ്പം മുതലേ പത്രവായനയും പുസ്തക വായനയും ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഈ KSUക്കാരനായി എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ഒരു ക്ലാസ് 5ാം ക്ലാസ് മുതൽ ഞാൻ കോൺഗ്രസ് ആണ്. പിന്നെ സ്കൂൾ KSU യൂണിറ്റ് ഹോസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കോളേജിലെത്തി. നങ്ങേറകുളങ്ങര TKM കോളേജിലാണ് പഠിച്ചത്. അവിടെയും KSU യൂണിറ്റ് ഹോസ്റ്റ് ജനറൽ സെക്രട്ടറിയും അവിടെ നിന്നുള്ള സർവകലാശാല യൂണിയൻ്റെ കൗൺസിലറായിരുന്നു. പിന്നെ തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിലായി നിയമവിദ്യാഭ്യാസം. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ മാത്യു കുഴൽനാടൻ, വിഷ്ണുനാഥ് ഞങ്ങളെല്ലാം സഹപാഠികളായിരുന്നു. അപ്പോൾ അവിടെയും KSUവിനെ ഞങ്ങൾ അന്ന് വളരെ ശക്തമായ തീവ്രമായ KSU പ്രവർത്തനമായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോളേജ് യൂണിയൻ ഞങ്ങൾക്ക് അന്ന് ചെയ്യാൻ പറ്റി. ഞാനന്ന് കോളേജ് മാസിനേറ്ററായിട്ട് ജയിച്ചു. അവിടെ നിന്നുള്ള പിന്നെ കേരള സർവകലാശാല സെനറ്റ് അംഗമായിരുന്നു. അപ്പോൾ KSU സംഘടനാ രംഗത്തും അങ്ങനെ വന്നതാണ്. KSUവിൻ്റെ താലൂക്ക് ഭാരവാഹിയും ജില്ലാതലത്തിൽ പ്രവർത്തിച്ചു. പിന്നെ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. വിഷ്ണുനാഥ് പ്രസിഡന്റ് ആകുമ്പോൾ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു 2 ടൈം. പിന്നെ ഹൈബിയുടെ കൂടെയും വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. T സിദ്ദീഖിൻ്റെ പ്രസിഡന്റ്. അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി. പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് നേതൃത്വം ഒരു അവസരം നൽകി. ഞാൻ ദക്ഷിണേന്ത്യയുടെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നീടാണ് കേരളത്തിലെ കോൺഗ്രസ്സിലെ KPCC ജനറൽ സെക്രട്ടറി ആയിട്ടാണ് കേരളത്തിലെ കോൺഗ്രസ്സിൽ പിന്നീട് എത്തിയത്. പിന്നെ ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി. പിന്നെ KPCC സംഘടന ജനറൽ സെക്രട്ടറിയും. ഇപ്പോൾ രാഷ്ട്രീയ സമിതി രൂപീകരിക്കപ്പെട്ടപ്പോഴും ഞാൻ ഭാരവാഹിയായിരുന്നു. ഇപ്പോൾ KPCC വൈസ് പ്രസിഡൻ്റാണ്. എന്നാൽ ഞാൻ ചെറുപ്പം മുതൽ തന്നെ കോൺഗ്രസ് ഐഡിയോളജിയിൽ വിശ്വസിച്ച് വന്ന ഒരാളാണ്. കോൺഗ്രസ്സിൽ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബവും പരിസരവും കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസ് ആവുകയും പിന്നീട് എൻ്റെ ബോധ്യങ്ങളും കോൺഗ്രസ് ആണ് ശരിക്കും എൻ്റെ ബോധ്യങ്ങളിലാണ് അങ്ങനെ എത്തിയത്. ഈ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിലും ഇരുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഏറ്റവും പ്രധാന പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാ പദവി എന്നുള്ളത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഈ കോൺഗ്രസിൻ്റെ ഈ ഭാരവാഹികളുടെ ഈ ധാരാളിത്തം, ഇത് ഓഫ്കോഴ്സ് കോൺഗ്രസ്സിന് നമ്മുടെ സമൂഹം പല പ്രിവിലേജസും കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ നമ്പർ 100 കണക്കിന് സെക്രട്ടറിമാരും ജനറൽ സെക്രട്ടറിമാരും ഇത് കോൺഗ്രസ് അങ്ങനെ ആയിരുന്നില്ലല്ലോ. കാരണം കോൺഗ്രസ് 21 വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും 20 വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും ഒരു പ്രസിഡൻറ്റും സംസ്ഥാന തലത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ വളരെ കൃത്യമായ എണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഘടനയായിരുന്നു കോൺഗ്രസ്. ഓഫ്കോഴ്സ് അത് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പുകളൊക്കെ നടന്നൊരു കാലത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോഴും ഒരു ബേസിക് ആയിട്ടൊരു ഫ്രെയിംവർക്ക് തന്നെയാണ് ആ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ആ കെട്ടെല്ലാം പൊട്ടി എന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങളെങ്ങനെ അഡ്രസ്സ് ചെയ്യും? 100% ഫോൾ പ്രൂഫാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേങ്കിലും നമ്മൾ ഈ ഒരു പ്രസ്ഥാനം, ഇത് ഓർഗനൈസേഷനാണല്ലോ. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഭാരവാഹികൾ ഉത്തരവാദിത്വം ഓരോ ചുമതലകൾ ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ 14 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളാണ് ഉള്ളത്. അത് 282 ബ്ലോക്ക് കമ്മിറ്റികളും അതിൻ്റെ താഴെ 1598 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളും കോൺഗ്രസിനുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ വിവിധ പോഷക സംഘടനകളുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് സെൻ്ററുണ്ട്, പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട സംഘടനയുണ്ട്, കർഷക സംഘടന, കർഷക തൊഴിലാളി സംഘടന, സാംസ്കാരിക സംഘടനകൾ, മഹിള, യൂത്ത് കോൺഗ്രസ്, KSU, ദളിത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ദളിത് സംഘടനയുണ്ട്, ട്രേഡ് യൂണിയൻ സംഘടനകളുണ്ട് എന്ന് പറഞ്ഞ് അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സ്വഭാവവും മാറി. ഇപ്പം നേരത്തെ നവമാധ്യമങ്ങൾ എന്നതൊരു പുതിയ കാഴ്ചപ്പാടാണ്, മീഡിയ സെൽ ഇതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞത് ഇതിൻ്റെ എല്ലാം ചുമതലക്കാരുൾപ്പെടെ ഉണ്ട്. എല്ലാ പാർട്ടികൾക്കും അത്തരം ചുമതലക്കാരുണ്ട്. ഇപ്പോൾ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഉത്തരവാദിത്വമുണ്ട്. ഞാൻ പാർട്ടിയിൽ അവരുടെ ആളുകളുമായി സംസാരിക്കാറുണ്ട്. അപ്പോൾ CPMൻ്റെ ഒരു പാർട്ടി ഘടന എന്ന് പറഞ്ഞാൽ CPM സംസ്ഥാന കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെടും. അതിൻ്റെ മുകളിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്, അതിൻ്റെ മുകളിലാണ് അവരുടെ പോളിറ്റ് ബ്യൂറോ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ. കേന്ദ്ര കമ്മിറ്റിയുണ്ട്, അതിന് മുകളിൽ പോളിറ്റ് ബ്യൂറോ ഉണ്ട്. ഇതാണ് അവരുടെ ഘടന. കോൺഗ്രസിനെ സംബന്ധിച്ച് DCCകൾ കഴിഞ്ഞാലുള്ള അടുത്ത സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ KPC എക്സിക്യൂട്ടീവ് ഉണ്ട്, എക്സിക്യൂട്ടീവിൻ്റെ മുകളിൽ ഭാരവാഹികൾ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ കാര്യം. അപ്പം നമ്മൾ ഈ ഭാരവാഹി കോൺഗ്രസിനകത്തെ ഈ ഒരു എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മിക്കവാറും ഭാരവാഹികളുമായിരിക്കും. കോമൺ ഇതായിട്ട് ഇപ്പോൾ കഴിഞ്ഞ തവണ മാത്രമാണ് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. 56 അംഗ കമ്മിറ്റിയിലെ 46 പേരും
ഭാരവാഹികളാണ്, ബാക്കി 10-13 പേരെ എക്സിക്യൂട്ടീവിലുള്ളൂ. കുറച്ച് അംഗങ്ങൾ മാത്രമേ എക്സിക്യൂട്ടീവ് നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ നിലവിലിരിക്കുന്ന ഈ ഭാരവാഹികൾ യഥാർത്ഥത്തിൽ CPM സംസ്ഥാന കമ്മിറ്റിയുടെ ദൗത്യമാണ് ചെയ്യുന്നത്. ഞാൻ അതിനെ വേറെ തരത്തിൽ പറയുന്നതല്ല, ഇവർക്കെല്ലാം ഓരോ ദൗത്യമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ KPC സംഘടനാ ഒരു ജനറൽ സെക്രട്ടറിയാണ്. എനിക്ക് സംഘടനയുടെ ചുമതല നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിലെ ഓരോ ഭാരവാഹികൾക്കും ചുമതല കൊടുത്തിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണത്തെ ശ്രീ K. സുധാകരൻ പ്രസിഡൻ്റായിരുന്നപ്പോഴുള്ള കമ്മിറ്റിയുടെ ഭാരവാഹികൾ വർക്ക് ലോഡ് വളരെ, യഥാർത്ഥത്തിൽ അദ്ദേഹം തന്നെ കൂടുതൽ ഭാരവാഹികളെ ആവശ്യപ്പെട്ടിരുന്നു. അന്നത്തെ കമ്മിറ്റി തന്നെ കൂടുതൽ ആളുകളെ ആവശ്യപ്പെട്ടിരുന്നു. കാരണം 14 ജില്ലയ്ക്കും ഓരോ ജനറൽ സെക്രട്ടറിമാരെ കൊടുക്കേണ്ടി വരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം ജില്ല എന്ന് പറഞ്ഞാൽ 14 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഒരു ജില്ലയാണ്. ഈ ജനറൽ സെക്രട്ടറിയോട് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താണ്? നിങ്ങൾ ആ താഴെയുള്ള എല്ലാ ബ്ലോക്ക് കമ്മിറ്റികളിലും പങ്കെടുക്കണം, നിങ്ങളെല്ലാ മണ്ഡലങ്ങളിലും പങ്കെടുക്കണം, പറ്റുന്നിടത്തോളം ബൂത്തുകളിൽ തന്നെ പ്രവർത്തിക്കാൻ മാനസികാവസ്ഥ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ AICC എന്ന് പറഞ്ഞ ചുമതലയുള്ള കേരളത്തിൻ്റെ ചുമതല 4 ജനറൽ സെക്രട്ടറിമാരുണ്ട്. ഒരു AICC ജനറൽ സെക്രട്ടറി, 4 സെക്രട്ടറിമാരുണ്ട്. ഈ 4 സെക്രട്ടറിമാർ മണ്ഡലം കമ്മിറ്റിയിൽ ഇപ്പോൾ കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ മാസത്തിൽ 20 ദിവസത്തോളം അവരിവിടെ പ്രവർത്തിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഇത്രയും സംഘടനകളെ ഇടപെടാൻ, അതിന് മേൽനോട്ടം ശരിയായി വഹിക്കാൻ ആണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ജോലിയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഈ ഒരു ജംബോ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരും ചുമ്മാ വന്നിറങ്ങുന്ന ആളുകളല്ല. ഇവരെല്ലാം തന്നെ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി, ഇപ്പോൾ KPCയുടെ മുൻ ജനറൽ സെക്രട്ടറിമാർ, മുൻ MLA-മാരായിരുന്നവർ, മുൻ DCC, ഇപ്പോൾ മുൻ KPC സെക്രട്ടറിമാരായിരുന്നവർ. അപ്പോൾ ഈ ആളുകളെല്ലാവരെയും തന്നെ അവർക്ക് പൊളിറ്റിക്കലി ഒരു പൊസിഷൻ കൊടുക്കുന്നു, അവർക്ക് കൊടുക്കാൻ ജോലിയും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ സത്യം. യഥാർത്ഥത്തിൽ അതെല്ലാവരും ആ ഉത്തരവാദിത്വം കൃത്യമായിട്ട് ചെയ്താൽ പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടൊരു വലിയ ചില ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇതൊരു അസ്വാഭാവികമായ കാര്യമല്ല. മുൻകാലങ്ങളിൽ തന്നെ ഈ എണ്ണം ആളുകളെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ആൾ വേണം എന്നുള്ളൊരു ടോക്ക് ഉണ്ടായിരുന്നു. അതനുസരിച്ചാണ് ഉണ്ടാവുന്നത്. പിന്നെ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു എക്സ്ക്ലൂഷൻ അല്ലല്ലോ പാർട്ടിയുടെ ഭാഗം. നമ്മൾ ഈ ആളുകളെ കൃത്യമായി ദൗത്യങ്ങൾ കൊടുക്കുകയും ആ ദൗത്യങ്ങൾ മോണിറ്റർ ചെയ്യുകയും ചെയ്താൽ ഇപ്പോൾ വെച്ചിരിക്കുന്ന ഒരു കമ്മിറ്റിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിന്റെ മാനേജ്മെന്റ് ആണ് വിഷയം. അത് കൊടുക്കാൻ ഈ ആളുകളൊന്നും അൺയൂട്ടിലൈസ്ഡ് ആവില്ല. 10-14 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് ഓരോ ചുമതലക്കാർ വേണ്ടേ? മേഖലാ ചുമതലകൾ കൊടുക്കാം. ഈ കോപ്പറേറ്റീവ് സെക്ടർ, പഞ്ചായത്തി രാജിൻ്റെ ചുമതലകൾ, ഇവിടുത്തെ റിസർച്ച്, ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ്, മീഡിയ, സോഷ്യൽ മീഡിയ, പ്രത്യേക കോർഡിനേഷൻ. ഞാൻ പറഞ്ഞത് സംഘടനാ ജനറൽ സെക്രട്ടറി എന്നതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്, ആയിരുന്ന ആളെന്നുള്ളതുകൊണ്ടാണ്. എനിക്ക് മനസ്സിലായത് ഭാരവാഹികളുടെ ഡെഫിഷ്യൻസി പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ കേപ്പബിൾ ആയ ആളുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് ഒരു സംഘടനയ്ക്ക് ദോഷമില്ല. പക്ഷേ ഇതുണ്ടാക്കുന്ന ഒരു പെർസെപ്ഷനുണ്ട്. അതാണ് കാര്യമുള്ളൂ. ഉപയോഗപ്പെടുത്തുന്നത് പോലെ ഇരിക്കും. അപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോയി കഴിയുമ്പോൾ ഈ എല്ലാ ജനറൽ സെക്രട്ടറിമാർക്കും വളരെ തിരക്കുള്ള ഒരു സമയമായിരിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം? ഇനിയിപ്പോൾ 2 തെരഞ്ഞെടുപ്പുകൾ അടുത്തടുത്ത് വരികയാണ്. തെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണ്ണയങ്ങളൊക്കെ ബഹുഭൂരിപക്ഷം വാർഡുകളിൽ ഏകദേശം 80-80% എനിക്കറിയാവുന്ന വെച്ച് പൂർത്തിയായി കഴിഞ്ഞു. They are all in the field. എന്താണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നിങ്ങളുടെ റിസൾട്ടിനെ കുറിച്ച് ശുഭപ്രതീക്ഷയാണുള്ളത്? വരും ദിവസങ്ങളിൽ നല്ല മികച്ച വിജയം നേടുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണ്. ഞങ്ങളുടെ ഈ ഭവന സന്ദർശന പരിപാടികളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു ജനവികാരമുണ്ടെന്നാണ്. ഇനി അത് സ്ഥാനാർത്ഥി നിർണ്ണയവും പൂർത്തീകരിക്കപ്പെടുകയും ക്യാമ്പയിനും ആ സമയത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെയാണല്ലോ റിസൾട്ട് ഉണ്ടാക്കുന്നത്. മികച്ച വിജയം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ശ്രീ ലിജുവായിട്ടുള്ള സംഭാഷണം അത്യാവശ്യം നീണ്ടതായിരുന്നു. അദ്ദേഹം സംസാരിക്കാൻ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസിനും ഇപ്പോഴത്തെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന പൊതുവെ കെട്ടുറപ്പുണ്ട് എന്ന് കരുതപ്പെടുന്ന സംവിധാനത്തെ നേരിടാനുള്ള ഒരു 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 പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ തയ്യാറെടുപ്പുകൾ കോൺഗ്രസ് നടത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ആ പാർട്ടി സുസജ്ജമാണ് എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ ആ പാർട്ടിയും മുന്നണിയും സുസജ്ജമാണ് എന്നുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. താങ്ക്സ് വെരി മച്ച്. ഓക്കെ, താങ്ക് യു.